ഓക്കെ. വളാഞ്ചേരി DLC ആഭിമുഖ്യത്തിൽ നമുക്ക് എല്ലാ DLCPകളുടെയും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ എല്ലാ ലീഡേഴ്സിന്റെയും സപ്പോർട്ടോട് കൂടിയിട്ട് എല്ലാ വ്യാഴാഴ്ചകളിലും നടക്കുന്ന പ്രോഡക്റ്റ് ട്രെയിനിങ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എന്റെ പേര് സുഷിത, എറണാകുളം ജില്ലയിലെ കോതമംഗലത്ത് നിന്നാണ് സംസാരിക്കുന്നത്. ഇനിയും നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് കടന്നു വരാനായിട്ട് നിങ്ങളുടെ ടീംമേറ്റ്സ് ആരെങ്കിലും തന്നെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവരെ കൂടെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു സെഷൻ പങ്കെടുപ്പിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നമുക്ക് പ്രോഡക്ട്സിന്റെ നോളജ് വളരെ അത്യാവശ്യമാണ് അല്ലെ. അപ്പോ ഇത് ഈ ഒരു സെഷൻ വളരെ ലളിതമായിട്ട് നമ്മളിലേക്ക് പറഞ്ഞു തരാനായിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്ന വ്യക്തി പാലക്കാട് സ്വദേശിയായിട്ടുള്ള അച്ചു പിലാപ്പിളി സാറാണ്. പിലാപ്പിളി സ്വദേശിയായിട്ടുള്ള അച്ചു സാറാണ്. നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷൻ എന്ന് പറഞ്ഞാല് പ്രോസ്റ്റേറ്റ് കെയർ, നമ്മുടെ ആയുഷന്റെ കാറ്റഗറിയിലുള്ള പ്രോസ്റ്റേറ്റ് കെയർ ആണ് നമ്മൾ ഇന്ന് സാർ ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നത്. എല്ലാവരും ഒരു പേപ്പറും ബുക്കും പേനൊക്കെ ഇരിക്കുക. സാർ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേട്ട് നോട്ട് ചെയ്തുകൊണ്ട് നമ്മളിലേക്ക് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള അറിവുകൾ സമ്പാദിക്കാനും അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും പേഴ്സണലി നമ്മൾ തന്നെ യൂസ് ചെയ്യാനും വേണ്ടിയിട്ട് നല്ലൊരു ആരോഗ്യം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ സാറിനെ വളരെ സ്നേഹപൂർവ്വം ഞാൻ ഈ ഒരു സെഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. സർ പ്ലീസ് വെൽക്കം. ഓക്കെ സുഷിത മാഡം, താങ്ക് യു സോ മച്ച്. വളരെ നന്നായിട്ട് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. നമുക്കിന്ന് കൃഷ്ണകുമാർ സാർ, അദ്ദേഹം വേറൊരു പേരിലാണ് കയറിയിരിക്കുന്നത്. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. കൃഷ്ണകുമാർ സാറോട് ആദ്യമായിട്ട് ക്ഷമ ചോദിക്കുകയാണ്. മറ്റൊന്നും തോന്നരുത്, സമയം വിലപ്പെട്ടതാണല്ലോ. നമുക്കിനി അവസരങ്ങൾ എന്തായാലും. ഗുഡ് മോർണിംഗ് വെസ്റ്റീജ് ബ്രാൻഡ് അംബാസിഡേഴ്സ്. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഓഡിയബിൾ ആണല്ലോ അല്ലേ? യെസ്, ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും നമ്മുടെ എല്ലാവരുടെയും ഗ്രേറ്റ് ലീഡേഴ്സിന്റെ ഒക്കെ ആശീർവാദത്തോട് കൂടിയിട്ട് ഇന്നത്തെ സെഷൻ ഇവിടെ ആരംഭിക്കുകയാണ്. വളാഞ്ചേരി DLCPയും അതുപോലെ തന്നെ കേരളത്തിലെ മറ്റെല്ലാ DLCPയുടെയും എല്ലാ ലീഡേഴ്സിന്റെയും അനുഗ്രഹ ആശംസകളോടെ തുടങ്ങുന്ന ഒരു പ്രോഗ്രാമാണ്. എല്ലാവർക്കും ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഇന്ന് DCDയും DUCD ലെവലിലുള്ള എല്ലാ ലീഡേഴ്സും ഉണ്ട്, ക്രൗണിന്റെ ബോർഡ് ലീഡേഴ്സും ഉണ്ട്. മറ്റെല്ലാ ലീഡേഴ്സിനും ഒരിക്കൽ കൂടി എന്റെ നന്ദിയും സ്നേഹവും ബഹുമാനവും കടപ്പാടും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ ആരംഭിക്കുകയാണ്. അതിലുപരി നമുക്ക് വെസ്റ്റീജ് മാനേജ്മെന്റിനോടും നമുക്ക് ബ്രാഞ്ചിന് ഹെഡ് ആയിട്ടുള്ള ജിനീഷ് സാറ്, അതുപോലെ തന്നെ നമ്മുടെ ASM വിഷ്ണു സാറ്, സോണൽ സെയിൽസ് മാനേജർ അശോക് സാറ്, എല്ലാവരെയും നമ്മൾ എടുത്തു പറയേണ്ടതാണ്. കാരണം അതിലുപരി നമുക്ക് ജന്മം നൽകിയ നമ്മുടെ മാതാപിതാക്കളോടും എനിക്ക് വെസ്റ്റീജ് എന്ന ഒരു നമ്മുടെ മഹാസമുദ്രത്തെ കാണിച്ചെന്ന എന്റെ പ്രിയപ്പെട്ട നമ്മുടെ എല്ലാവരുടെയും ക്രൗൺ ഡയറക്ടർ കൂടെ ആയിട്ടുള്ള കൃഷ്ണ സാറിനെ ഈ അവസരത്തിൽ അദ്ദേഹത്തെ കൂടെ ഞാൻ ഓർമ്മിക്കുന്നു. അദ്ദേഹത്തോട് ഞാൻ നന്ദി പറയുന്നു. നമുക്ക് ഈ സെഷൻ ഇവിടെ ആരംഭിക്കുകയാണ്. ഈ സെഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്, ഇന്നത്തെ ഒരു സെഷനിൽ എനിക്ക് എല്ലാവരോടും സ്നേഹ ബഹുമാനത്തോടെ പറയാനുള്ളത്, ഇന്നത്തെ പ്രോഡക്റ്റ് പ്രോസ്റ്റേറ്റ് കെയർ ആണ്. അതുകൊണ്ട് തന്നെ ഇതിലെ ടോപ്പിക്കുകളൊക്കെ കുറച്ച് സിമ്പിളായിട്ട് പറയുന്ന, എല്ലാവർക്കും പല പല ചോദ്യങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന് ലഭിച്ചതിൽ നിന്നുള്ള പോയിന്റ്സിനെ ഉൾക്കൊള്ളിച്ചിട്ടാണ് ഈ സെഷൻ ചെയ്യുന്നത്. കുറച്ച് അഡൾട്ട്സ് ഓൺലി ആണ്, വല്ലാതെ അല്ല. ബട്ട് നിങ്ങൾ എല്ലാവരോടും എല്ലാ സഹോദരിമാരോടും എല്ലാ സഹോദരന്മാരോടും നമ്മുടെ എല്ലാവരോടും ഏറെ ബഹുമാനത്തോടെ, വെസ്റ്റീജിന്റെ കൾച്ചറിലൂടെ തന്നെ ഉള്ള കാര്യങ്ങളാണെങ്കിൽ പോലും ഞാൻ ആദ്യം തന്നെ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നുണ്ട്. കാരണം ചില ഭാഗങ്ങളൊക്കെ എനിക്ക് അതുപോലെ തന്നെ പ്രസന്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റൂ എന്നുള്ളത് കൊണ്ടാണ്. പലരുടെയും സംശയമാണ് ഞാൻ അതിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. റെഡി? ക്ലിയർ ആണോ? സ്റ്റാർട്ട് ചെയ്യാം. യെസ്, ഓക്കെ. അബ്ദുൾ ഹമീദ് സാർ, താങ്ക് യു സോ മച്ച്. ഞാനൊന്ന് വീഡിയോ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്, കാരണം ഇവിടെ നെറ്റ് പോകുന്ന പേടിയുണ്ട് എനിക്ക്. ഓക്കെ, നമ്മള് ഓരോരുത്തരും ഒരു അമ്മയുടെയും അച്ഛന്റെയും ജന്മത്തിലൂടെ നമ്മൾ ഓരോരുത്തരും ഇവിടെ എത്തുന്നു. നമ്മൾ ഓരോരുത്തരും അല്ലെ, പ്രത്യേകിച്ച് പുരുഷന്മാർ അല്ലെങ്കിൽ ജെൻസ്, നമ്മുടെ സഹോദരന്മാര് കുഞ്ഞായിരിക്കുന്നു, പിന്നെ പതുക്കെ വളർന്നു. വളരുന്നതിനനുസരിച്ചിട്ട് അവരുടെ ഓരോ ജീവിത സാഹചര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. കല്യാണം വരുന്നു,
കുറച്ചുകൂടി മക്കളുമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തങ്ങൾ വരുന്നു, ഭാര്യ ഭർത്താവുമായിട്ടുള്ള ഒരു അലൈൻമെന്റ് വരുന്നു, അങ്ങനെ ഒരു ജോലിയുടെ സ്ട്രെസ് അനുഭവിക്കുന്നു. അങ്ങനെ ധാരാളമായിട്ടും ഒരുപാട് പലപ്പോഴും അമ്മയുടെ വേദനകളും സങ്കടങ്ങളും മാത്രമാണ് പറയുന്നത് എന്ന് നമ്മൾ കേൾവിക്കുന്നു. പക്ഷെ ഒരു അച്ഛന്റെ ഒരു സങ്കടം ആരും കാണാതെ ഒരു അച്ഛനുണ്ട്. ആ അച്ഛനാണ് നമ്മൾ ഓരോരുത്തരും, അല്ലെ? ശരിയല്ലേ? ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അച്ഛന്മാരാണ്. പുറമേ കാർക്കശ്യത്തിന്റെ സ്വഭാവം കാണിക്കും, പക്ഷെ ഉള്ളിന്റെ ഉള്ളില് ഒരുപാട് സങ്കടങ്ങൾ ഉള്ളിൽ ഒളിപ്പിച്ച് സ്വന്തം ഒരുപക്ഷെ ഭാര്യയോടോ അല്ലെങ്കിൽ മക്കളോടോ കുടുംബത്തോടു കൂടി ഷെയർ ചെയ്യാതെ വല്ലാതങ്ങ് ഉള്ളിന്റെ ഉള്ളിൽ ആ വിഷമത്തെ പേറിക്കൊണ്ട് നടക്കുന്ന ഒരു വിഭാഗമാണ് അച്ഛൻ എന്ന് പറയുന്നത്. നിങ്ങൾ എല്ലാവരും എഗ്രി ചെയ്യുന്നു വിചാരിക്കുന്നു. അങ്ങനെയുള്ള ഒരു അച്ഛനിൽ നിന്ന് നമ്മൾ തുടങ്ങാം. ഈ അച്ഛന് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളിൽ പലതും അദ്ദേഹം ജീവിതവുമായിട്ട് പൊരുതുമ്പോൾ സ്വന്തം ആരോഗ്യത്തെ മറന്നു പോകുന്നു, അല്ലെങ്കിൽ കുടുംബ പശ്ചാത്തലത്തിന് വേണ്ടിയിട്ട് മറ്റെല്ലാ സങ്കടങ്ങളും മാറ്റി വെച്ചുകൊണ്ട് ആ അച്ഛൻ ഇങ്ങനെ വളരുകയാണ്. വളർന്ന് ആ കുഞ്ഞിൽ നിന്ന് ഒരു പ്രായത്തിലേക്ക് കിടക്കുമ്പോൾ ഏതാണ്ട് ഒരു 40 വയസ്സെത്തുമ്പോഴേക്കും ആ അച്ഛന് ഒരു രോഗത്തിലേക്ക് പതുക്കെ അറിയാതെ എത്തിച്ചേരുന്നുണ്ട്. ആ അച്ഛനാണ് ഇവിടെ ഇരിക്കുന്ന ഞാൻ ഉൾപ്പെടെ നമ്മൾ ഓരോരുത്തരും. ആ അച്ഛൻ എന്തൊക്കെയോ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. നാളെ അത് വലുതാവുന്നു, അല്ലെങ്കിൽ അതിലേക്ക് എത്തുന്നു. അതെങ്ങനെ എത്താതിരിക്കാം, അല്ലെങ്കിൽ എങ്ങനെ വെസ്റ്റേജിന്റെ അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള മറ്റെല്ലാ പ്രോഡക്റ്റിനേക്കാളും ഒരുപക്ഷെ നമുക്ക് ഒന്നിനൊന്ന് മെച്ചം, നമ്മുടെ എല്ലാ പ്രോഡക്റ്റും ഏതാണ് ഒന്നിനു മുകളിൽ എന്ന് നോക്കുമ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആയുഷാന്റെ കാറ്റഗറിയിൽ പ്രോസ്റ്റേറ്റ് കെയർ എന്ന, ഇന്ന് നമ്മുടെ ഓരോ പ്രിയപ്പെട്ട സഹോദരന്മാർക്കും പ്രത്യേകിച്ച് ഒരു ദാമ്പത്യ ജീവിതം സന്തോഷകരമാവണമെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് വളരെ അത്യാവശ്യമാണ്. നമ്മൾ എനർജി ബൂസ്റ്റർ ഒക്കെ ആണെങ്കിലും ഡിസ്കസ് ചെയ്യുന്നെങ്കിലും, പക്ഷെ അതിനേക്കാൾ മുൻപ് നമ്മൾ ഉപയോഗിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെഡി അല്ലേ? ഓക്കെ, റെക്കോർഡിംഗ് കൊടുത്തിട്ടുണ്ട്. യെസ്. ഓക്കെ, നമ്മുടെ പുരുഷന്മാർ അല്ലെങ്കിൽ ജെൻസ് സഹോദരന്മാരുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് അവരുടെ പ്രത്യുൽപാദന വ്യവസ്ഥ, അല്ലെ? അതൊരു ഗ്രന്ഥിയാണ് പ്രോസ്റ്റേറ്റ് കെയർ എന്ന് പറയുന്നത്. ഈ വാക്കിന്റെ അർത്ഥം തന്നെ പറയുന്നത് സംരക്ഷണം, മുമ്പേ സ്ഥിതി ചെയ്യുന്ന ഒരു സംരക്ഷകൻ എന്നാണ് ഇതിന്റെ പേര് തന്നെ കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ പ്രോഡക്റ്റിനേക്കാളും നമ്മൾ വാല്യൂ കൊടുക്കേണ്ടത്, പ്രിയപ്പെട്ട നമ്മൾ ഓരോ സഹോദരന്മാരും ഇതിന് വാല്യൂ കൊടുക്കണം. നമ്മുടെ എല്ലാവരുടെയും യൂറിൻ മൂത്രസഞ്ചിയുടെ തൊട്ടടുത്ത് കാണുന്ന ഒരു ഗ്രന്ഥിയാണ്. ഏതാണ്ട് 40 വയസ്സ് കഴിയുമ്പോൾ തന്നെ ഇതിന് വളർച്ച, നമുക്ക് നഖം പോലെ മുടി പോലെ വളരുകയും, പക്ഷെ ആ ഒരു വളർച്ച നമ്മുടെ ജീവിത സാഹചര്യം തന്നെ മൊത്തത്തിൽ താളം തെറ്റിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രന്ഥിയാണ് നമ്മുടെ പ്രോസ്റ്റേറ്റ് കെയർ. ഈ പ്രോസ്റ്റേറ്റ് കെയറിനെ ഞാൻ ഇന്ന് വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് സ്വിച്ച് എന്ന രൂപത്തിലാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ സ്വിച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രോസ്റ്റേറ്റ് കെയർ ആയിട്ട് കരുതിയാൽ മതി. അപ്പൊ നമ്മൾ ഓരോരുത്തരുടെയും പ്രത്യുൽപാദനം, അല്ലെ? ഒരു കുടുംബജീവിതം എന്ന് പറയുന്നതാണ്. അടുത്ത ജനറേഷൻ, അല്ലെ? കല്യാണം കഴിയുന്നു, മക്കളാവുന്നു, ആ കുടുംബ പശ്ചാത്തലത്തിലേക്ക് നമ്മൾ അങ്ങനെ നമ്മുടെ തലമുറകളിലേക്ക് പോകണമെങ്കിൽ ഈ സ്വിച്ച് എന്നുള്ളതിൽ പ്രധാനപ്പെടും. ഈ സ്വിച്ചിനെ 2 തരത്തിൽ നിങ്ങൾക്ക് എടുക്കാം. ചില സ്ഥലത്ത് സ്വിച്ച് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വകാര്യത ആയിട്ടുള്ള ഒരു ഇതാക്കി എടുക്കാം. 2 ഈ പ്രോസ്റ്റേറ്റ് കെയർ ആയിട്ടും എടുക്കാം. രണ്ടും പരസ്പരം കണക്റ്റഡ് ആയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താ വെച്ചാൽ നമ്മുടെ ഈ ഒരു സ്വിച്ച് നമ്മുടെ ഒരു പ്രത്യേക രീതിയിലുള്ള നമ്മുടെ ശരീരത്തിന്റെ രീതിയിലേക്ക് എത്തുന്ന സമയത്ത് എന്ത് പറ്റും? ചില ഒരു പ്രത്യേക ദ്രാവകം ഉൽപ്പാദിപ്പിക്കുകയും ഇത് നമ്മുടെ ബീജം, അല്ലെ? നമ്മുടെ അടുത്ത ജനറേഷൻ അതിനെ ഉൽപ്പാദിപ്പിക്കാനും അതിനൊരു ചലന സ്വാതന്ത്ര്യം കൊടുക്കാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥിയാണ് പ്രോസ്റ്റേറ്റ് കെയർ. അപ്പൊ ഈ ഭാഗം ഒന്നും കൂടെ ഞാൻ വിശദീകരിച്ച് പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മൾ മുതിർന്ന അംഗങ്ങളാണ്. എല്ലാ സ്നേഹവും ബഹുമാനവും ഉൾക്കൊണ്ടുകൊണ്ടാണ് പറയുന്നത്. ഈ ഒരു ഗ്രന്ഥിയിലൂടെ നമ്മുടെ അടുത്തൊരു ജനറേഷനിലേക്ക് നമ്മളൊരു ബീജം കൈമാറുകയാണെങ്കിൽ അത് ഉത്തേജിപ്പിക്കാനും അതിന് ചലന സ്വാതന്ത്ര്യം കൊടുക്കാനും അത് ഗർഭത്തിലേക്ക് അല്ലെങ്കിൽ ഗർഭാശയത്തിലേക്ക് എത്തുമ്പോൾ അവിടെ അതിന്റെ വളർച്ചയ്ക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള എല്ലാ ഒരു സപ്പോർട്ട്, ഒരു സ്പീഡ് കൊടുക്കുന്നതും ആരാണ്? ഈ പ്രോസ്റ്റേറ്റ് കെയർ. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ഈ സ്വിച്ചിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മുടെ ശരീരശാസ്ത്രത്തിലായിക്കോട്ടെ,
എല്ലാ സ്പീഷീസുകളിലൊക്കെ ഇതുണ്ട് കേട്ടോ. നമ്മൾക്ക് മാത്രമല്ല, പക്ഷെ ഓരോരുത്തരും മൃഗങ്ങളിലൊക്കെ വേറെ പേരുകളിലാണെങ്കിൽ പോലും ഇതെല്ലാ വിഭാഗത്തിലുണ്ട്. പുരുഷ വിഭാഗത്തിൽപ്പെടുന്ന ഇതിലെല്ലാം മൂത്രനാളിയുടെ തൊട്ടടുത്ത് കടന്നു പോകുന്ന ഈ ഗ്രോസ് അനാട്ടമി ലാബുകളിലൊക്കെ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഒരു സോൺ തിരിച്ചിട്ടൊക്കെ ഇതിനെ വിവരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പുരുഷന്മാരുടെ ലൈംഗിക പ്രതികരണ സമയത്തുണ്ടാവുന്ന പുറത്തുവിടുന്ന പദാർത്ഥത്തിനെ സുഗമമായിട്ട് ഉൽപ്പാദിപ്പിക്കുകയും അത് കൃത്യമായ സ്ഥലങ്ങളിൽ നിക്ഷേപിക്കാൻ ഈ ഒരു അവയവത്തിന് പ്രധാനമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഗർഭസ്ഥയിലേക്ക് പോകുന്ന സമയത്തുണ്ടാവുന്ന അവിടെ ഉണ്ടാവുന്ന ഒരു തരം യൂറിനേഷൻ പാത്തിലൂടെ ഉണ്ടാവുന്ന ആസിഡ് പവറുകളെയൊക്കെ നിർവീര്യമാക്കിയിട്ട് നമ്മുടെ പ്രത്യുൽപാദന രീതിയെ കൃത്യമായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ സഹായിക്കുന്ന നമ്പർ 1 ആയിട്ടും ഏറ്റവും മോസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും നല്ല വാല്യൂ ആയിട്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു ഗ്രന്ഥിയാണ് പ്രോസ്റ്റേറ്റ് കെയർ. ഈ ഭാഗം വരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ഇങ്ങനെ പുറന്തള്ളുന്ന ഈ ഒരു ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ചലനശേഷി, നമ്മുടെ തന്നെ ദീർഘായുസ്സിനും ജനിതക വസ്തുക്കളുടെ കൈമാറ്റത്തിനും, നമ്മുടെ കുടുംബങ്ങൾ അടുത്ത തലമുറയിലേക്ക് മാറാനും, നമ്മുടെ തന്നെ മെച്ചപ്പെട്ട ചലനശേഷിക്കും എല്ലാത്തിനും, പ്രത്യേകിച്ച് ദീർഘ ആയുസ്സിനും ഈ ഒരു അവയവത്തിന് അല്ലെങ്കിൽ ഈ ഗ്രന്ഥിയുടെ ഒരു സംരക്ഷണ കവചം വല്ലാതെ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇവിടെ അത് ഈ പ്രോസ്റ്റേറ്റ് കെയർ വലുതാകുന്നുണ്ട്, വീക്കമായിട്ട് ബാധിക്കുന്നുണ്ട്, അണുബാധയിലേക്ക് വരുന്നുണ്ട്, ക്യാൻസർ വരുന്നുണ്ട്. ഇങ്ങനെ പലതരം രീതിയിൽ ഈ ഒരു ഗ്രന്ഥിക്ക് ധാരാളം അവസ്ഥകളിൽ രൂപാന്തരപ്പെടുകയും ആ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തെ താളം തെറ്റിക്കാൻ പറ്റുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സംരക്ഷണത്തിന് അല്ലെങ്കിൽ ഈ ഒരു സംരക്ഷകനെ അല്ലെങ്കിൽ ഈ ഒരു സ്വിച്ചിനെ നമ്മൾ ഇന്ന് മുതലെങ്കിലും നമ്മുടെ ഡിവൈൻ ആയിട്ടുള്ള പ്രോഡക്റ്റ്, ആയുഷാന്റെ കാറ്റഗറിയിൽ തന്ന പ്രോഡക്റ്റ് നമ്മുടെ മുന്നിൽ ദൈവമായിട്ട് കൊണ്ടുതന്നാണ് നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കാൻ നമ്മൾ തയ്യാറാവണം. റെഡി അല്ലേ? ആർ യു റെഡി? അപ്പൊ മൂത്രാശയത്തിന്റെ താഴെ വരുന്ന ചാറ്റ് ബോക്സിൽ എസ് ടൈപ്പ് ചെയ്യാം. നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന വഴി നിങ്ങളുടെ ടീംമേറ്റ്സ് ഒക്കെ ഇത് കാണും. യെസ്, എന്റെ ലീഡർ അല്ലെങ്കിൽ എന്റെ സ്പോൺസർ ഇത് സീരിയസ് ആയിട്ട് കാണുന്നത് ഉൾക്കൊള്ളും. അപ്പൊ ഇതൊരു നമ്മളൊരു ഇന്റേണൽ അല്ലെ ഒരു റിലേഷൻഷിപ്പ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മൂത്രനാളത്തിന്റെ തൊട്ടടുത്ത് വരുന്ന പ്രോസ്റ്റേറ്റ് യൂറിക്ക എന്ന ഭാഗങ്ങളിൽ 2 തരത്തിലുള്ള സ്ഖലന നാളങ്ങളുണ്ട്. ഒന്ന് നമുക്ക് ഈ ക്യാപ്സ്യൂൾ രൂപത്തിൽ അല്ലെങ്കിൽ വരുന്ന ഏരിയയിലെ ഒന്ന് നമുക്ക് യൂറിനേഷനിലായിട്ട് പോകാനും, ഞാൻ ഇതിനെ ഏറ്റവും സിമ്പിൾ ആക്കുന്നത്, ഇതിപ്പോ മെഡിക്കലി ആക്കുന്ന പല മേഖലകൾ പരിചയമുള്ളവരൊക്കെ ഉണ്ട്. നമ്മൾ ഏറ്റവും സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ എടുത്തത്. ഇതിന്റെ സയന്റിഫിക് പേരും അല്ലെങ്കിൽ മെഡിക്കൽ വേർഡൊക്കെ വേറെയാണ്, പക്ഷെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത് എന്നോട് ഓർക്കുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു ക്യാപ്സൂൾ രൂപത്തിലുള്ള ഈ ഒരു പ്രതലത്തെ ഇങ്ങനെ അനാവരണം ചെയ്ത ഏരിയയിലേക്ക് കൃത്യമായിട്ട് എത്തിക്കാൻ അല്ലെങ്കിൽ ആന്തരിക ഘടനകളും സോണുകൾ തിരിച്ചിട്ട് വിവരിച്ചിട്ടുണ്ട്. ഒരു 3-4 സോൺ ഉണ്ട് ഈ ഒരു പ്രോസ്റ്റേറ്റ് കെയർ എന്ന് പറയുന്ന ഇതിലൊരു പെരിഫറൽ സോൺ എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. ഇത് ഏതാണ്ട് 70% നമ്മുടെ ശരീരത്തിലുണ്ട് കേട്ടോ. പുരുഷന്മാർ അല്ലെങ്കിൽ നമ്മുടെ സഹോദരന്മാർക്കുണ്ട്. ഇത് നമ്മുടെ വിദൂര മൂത്രനാളി അല്ലെ, മൂത്രനാളി എന്ന് പറയുന്നതാണ്. അതിങ്ങനെ ചുറ്റി ഉണ്ടാകുന്നു. ഇതിന്റെ ക്യാപ്സൂളിന് താഴെയായിട്ട് ഏതാണ്ട് 70-80% പ്രോസ്റ്റേറ്റ് ക്യാൻസറുകളും വരാൻ സാധ്യത ഏരിയ എന്താണ്? ഈ പെരിഫറൽ സോൺ എന്ന 70%-ത്തിലാണ് ഇത് വരുന്നത്. നമ്മുടെ ക്യാൻസർ പോലെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് ഈ ഒരു സോണിൽ വെച്ചിട്ടാണ്. ഇനി അടുത്തതാണ് നമ്മുടെ ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കരുത്, നമ്മുടെ സ്ഖലനം എന്ന് പറയുന്ന ആ ഏരിയ അല്ലെങ്കിൽ വരുന്നത് അവിടെ നമുക്ക് വരുന്നത് സെൻട്രൽ സോൺ എന്നാണ്. അവിടെ ഒരു 20% നമുക്ക് ക്യാൻസർ ഉണ്ട്. പക്ഷെ അതിൽ തന്നെ ഒരു കേന്ദ്രീകൃത മേഖലയിൽ 2.5% ക്യാൻസർ സാധ്യത. അതായത് ഇവിടെയൊക്കെ ക്യാൻസർ വരികയോ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും? നമുക്ക് നമ്മുടെ പ്രോസ്റ്റേറ്റ് കെയറിനെ പൂർണ്ണമായിട്ട് നീക്കം ചെയ്യേണ്ടതായിട്ട് വരുന്നു. അത് നമുക്ക് വിവിധ തരത്തിലുള്ള ദോഷങ്ങളിലേക്ക് എത്തും. ഇനി അടുത്താണ് ഒരു സെൻട്രൽ സോൺ എന്നൊരു ഏരിയ കൂടി ഉണ്ട്. ഇത് ഏതാണ്ട് 20% നമ്മുടെ പുരുഷന്മാരുടെ ഉണ്ട്. ഇവിടെയും അതുപോലെ തന്നെ നമ്മുടെ വീക്കം വരാനും അതുപോലെ തന്നെ എൻലാർജ്മെന്റിലേക്ക് കടക്കാനും അർബുദങ്ങളിൽ വരാനുള്ള സാധ്യത ഈ ഏരിയയിലുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ പ്രോസ്റ്റേറ്റ് കെയറിന്റെ ഏതാണ്ട് 99% ഭാഗങ്ങളിലും നമുക്ക് ഒന്നുകിൽ വീക്കം വരാനും അല്ലെങ്കിൽ എൻലാർജ് ചെയ്യാനും അല്ലെങ്കിൽ അണുബാധയ്ക്കും അതും അല്ലെങ്കിൽ ക്യാൻസറിനും സാധ്യതയുള്ള ഒരു സ്ഥലമാണ് എന്നാദ്യം നമ്മൾ മനസ്സിലാക്കണം. ക്ലിയർ ആണെങ്കിൽ നമ്മൾ സി എന്ന് ടൈപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ തന്നെ ഏതാണ്ട് 20,000 പ്രോട്ടീൻ കോഡ് ജീനുകളുണ്ട് കേട്ടോ. എന്താ ഈ ഭാഗങ്ങളിൽ ഈ ജീനുകളൊക്കെ വരുന്നതെന്ന് വെച്ചാൽ മറ്റു പല സ്ഥലങ്ങളിൽ ഉണ്ടെങ്കിൽ പോലും, കാരണം നമ്മൾ നോക്കൂ, എന്റെ അമ്മയിൽ നിന്ന് അല്ലെങ്കിൽ എന്റെ അച്ഛനിൽ നിന്നുള്ള ജീനുകളാണ് എനിക്കുള്ളത്. ഇവിടെ ഇരിക്കുന്ന ഇപ്പൊ ഷാജി സാർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സുഷിത മേഡം ആയിക്കോട്ടെ, സലീന മേഡം ആയിക്കോട്ടെ, നമ്മുടെ സുരേഷ് സാർ ഉണ്ട്,
സുരേഷ് സാറിന് ഈ വയസ്സിൽ ഒന്നുകൂടെ ഓർപ്പിക്കണം. അദ്ദേഹം എന്റെ പെരുമ്പാവൂർ DLCP വന്നപ്പോൾ അദ്ദേഹം എന്റെ നിറകയിൽ വെച്ച് അനുഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. ഇന്ന് അദ്ദേഹത്തെ കാണുന്നു, സന്തോഷം. എങ്കിലും ഞാൻ കണ്ടപ്പോഴാണ് ഓർത്ത് കേട്ടോ. ഓക്കെ, ഏകദേശം 20,000 പ്രോട്ടീൻ ആയിട്ടുള്ള കോഡിംഗ് ഈ ജീനുകൾ നമ്മളിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് മാറാൻ അല്ലെങ്കിൽ എത്തിച്ചേരാൻ ഈ ജീനുകൾ സാധിക്കും. അതിൽ ഏറ്റവും അധികം പ്രാധാന്യമുള്ള ഒരു 150 ജീനുകൾ അതിൽ കൂടുതലും ഉണ്ട് കേട്ടോ. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഇവിടെ തന്നെയാണ്. ഈ ജീനുകളുടെ പ്രത്യേകതയാണ് ഇത്. നമ്മുടെ അടുത്തൊരു ജനറേഷനിലേക്ക് സ്വാഭാവികമായ സവിശേഷതകളൊക്കെ കൈമാറാൻ ഈ ഒരു സ്ഥലം വരുന്നുണ്ട്. ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഭ്രൂണത്തിന്റെ പിൻഭാഗത്ത് ക്ലോക്ക എന്നൊക്കെ പറഞ്ഞ ഒരു ഏരിയകളുണ്ട്. ഇവിടെ വെച്ചിട്ടാണ് വിവിധ വിഭജനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഡീപ്പായിട്ട് പോകണില്ല, എങ്കിലും ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ തന്നു എന്നുള്ളൂ. ഇപ്പൊ നമ്മൾ പറയുന്ന ഈ പ്രോസ്റ്റേറ്റിന്റെ ഗ്രന്ഥം സ്ഖലനം, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു വാക്ക് ഉപയോഗിക്കുന്നു, ഭാഗമായി മാറുന്നു. ഏതാണ്ട് 30% വരെ രൂപപ്പെടുന്നതും നമ്മുടെ പ്രോസ്റ്റേറ്റിലൂടെയാണ്. ഇത് പുറത്തുവിടുന്ന ദ്രാവകം കൃത്യമായിട്ട് നമ്മുടെ മൂത്രനാളിയിലൂടെ അല്ലെങ്കിൽ ആ ഏരിയയിലൂടെ പോയി പുറന്തള്ളുകയും ഉത്തേജനം നമുക്ക് ലഭിക്കുന്ന വഴി അത് നമ്മുടെ മിനുസമാർന്ന പേശി രൂപത്തിലേക്ക് എത്തിച്ചേർന്ന് ഞരമ്പുകളുടെ ആക്ടിവേഷനൊക്കെ പൂർണ്ണതയിലെത്തി നമ്മുടെ സങ്കോചമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലേക്ക് എത്തി കൃത്യമായിട്ടൊരു കുഞ്ഞായിട്ട് രൂപാന്തരപ്പെടുന്നു. വേറെയും കുറെ ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, എങ്കിലും അത് ഞാൻ പറയുന്നില്ല. അപ്പം ഈ ഭാഗങ്ങള് പ്രോസ്റ്റേറ്റിന്റെ വിവിധ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. ധാരാളം ഈ ഒരു ഏരിയയിൽ പ്രോസ്റ്റേറ്റിൽ നേരത്തെ പറഞ്ഞു പോലിരിക്കുന്ന ധാരാളം ചുരുങ്ങാനും അതുപോലെ തന്നെ നമ്മുടെ സ്വകാര്യ നിമിഷങ്ങളിൽ ഇത് ആക്റ്റീവ് ആവാനും അല്ലെങ്കിൽ നമ്മുടെ സ്വകാര്യത അല്ലാത്ത യൂറിനേഷൻ സമയത്തുണ്ടാവുന്ന സമയങ്ങളിൽ ചുരുങ്ങാനും, അല്ലാത്ത സമയത്ത് നന്നായിട്ട് ഒരു ട്യൂബ് എങ്ങനെയാണോ ഇത് ആക്ടിവേഷൻ മോഡിലേക്ക് എത്തുന്നത് അത് എത്തിച്ചേരാൻ നമ്മുടെ ഈ ഒരു രീതി അല്ലെങ്കിൽ ഈ ഒരു പ്രോസ്റ്റേറ്റ് കെയറിന് വ്യക്തമായ പങ്കുണ്ട്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പലപ്പോഴും ഇതിന്റെ അവിടെ എത്തുന്ന സമയത്ത് ഇതിന്റെ ഒരു എൻലാർജ്മെന്റിലേക്കോ അല്ലെങ്കിൽ ക്യാൻസറിലേക്ക് എത്തുമ്പോൾ നമുക്ക് സർജറിയിലേക്ക് തന്നെ പോകേണ്ടതായിട്ട് വരും. ഈ സർജറികളൊക്കെ ഒഴിവാക്കി നമുക്ക് നോർമൽ ലൈഫ്, ഒരു ഹാപ്പി ലൈഫ്, നമ്മുടെ ഫാമിലി ലൈഫ് തന്നെ ഏറ്റവും നന്നായിട്ട് നമ്മുടെ പാർട്ട്ണറുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കുടുംബമായിട്ട് വളരെ നന്നായിട്ട് കൊണ്ടുപോകാൻ എന്ത് പറ്റുന്നു, ഈ പ്രോസ്റ്റേറ്റ് കെയറിനെ അല്ലെങ്കിൽ ഈ സ്വിച്ചിനെ നമ്മൾ ഏറ്റവും നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യണം എന്ന ഏറ്റവും നന്നായിട്ട് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. നമ്മുടെ സ്വിച്ചിനെ പലപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാര് ജീവിത സാഹചര്യങ്ങളും സ്ട്രെസ്സും കൊണ്ട് ഈ സ്വിച്ചിനെ ശരിയായ രീതിയിൽ അല്ലെങ്കിൽ അതിന് സംരക്ഷണമില്ലാതെ അത് മാറി നടക്കുന്ന വഴി കുടുംബ പശ്ചാത്തലത്തിൽ കുടുംബ ജീവിതത്തിലേക്ക് പോലും അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ഏറ്റവും നന്നായിട്ട് നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും നന്നായിട്ട് എത്തിച്ചേർത്താൻ പറ്റും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ചില പോയിന്റുകൾ ഒന്നും തെറ്റിദ്ധരിക്കരുത്. ഇനി പ്രോസ്റ്റേറ്റ് വലുതാകൽ അല്ലെ, വലുതായ പ്രോസ്റ്റേറ്റിലേക്ക് വിളിക്കുന്നുണ്ട്. അതെന്താണ്? ചിലത് മാരകമല്ലാത്ത രീതിയിൽ വളരാറുണ്ട്. അത് ചില മെഡിസിനുകളോ അല്ലെങ്കിൽ നമ്മൾ ചില ഡയറ്റുകളൊക്കെ ഫോളോ ചെയ്താൽ വരാറുണ്ട്. പക്ഷെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം ഏതാണ്ട് 40 വയസ്സ് കഴിഞ്ഞ നമ്മുടെ പുരുഷന്മാർ അല്ലെങ്കിൽ സഹോദരന്മാർക്ക് ഇത് തുടങ്ങുന്നുണ്ട്. അതായത് ഒരു 50% കിടക്കുമ്പോൾ അതൊരു 50%-ലധികം പ്രോസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരാറുണ്ട്. 50ന്റെ മുകളിൽ ഏതാണ്ട് 60 വയസ്സിലേക്ക് എത്തുന്ന സമയത്ത് അത് 90%-ലേക്കുന്നു. അവിടുന്ന് അങ്ങോട്ട് മേലേക്ക് പോകുന്നതോറും 95-100%-ലേക്ക് എത്തും. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ പക്ഷെ നമ്മൾ ഏറ്റവും നല്ല കാഴ്ചയിൽ നമ്മൾ നന്നായിരിക്കും, പക്ഷെ നമ്മുടെ യൂറിനേഷൻ വഴികളിലോ അല്ലെങ്കിൽ നമ്മുടെ ഹാപ്പി ലൈഫുകളിലൊക്കെ 40 വയസ്സ് തൊട്ടിട്ട് അവിടുന്ന് അങ്ങോട്ടുള്ള കാലഘട്ടത്തിലൊക്കെ നമുക്ക് വലിയ വലിയ ബുദ്ധിമുട്ടുകൾ വരുന്നു. ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് നമ്മുടെ പ്രോഡക്റ്റ് നമ്മളെ സഹായിക്കുന്നത്. ഓക്കെ, ഇപ്പോ ഈ UK-യിലും US-ലൊക്കെ വിവിധ യൂറോപ്യൻ മേഖലകളിലൊക്കെ ഇത് ധാരാളമായിട്ട് ഈ പുരുഷന്റെ ഹോർമോൺ, അതായത് നമ്മുടെ ഈ പ്രോസ്റ്റേറ്റ് ബാധിക്കുന്നെങ്കിലും ഇന്ന് നമ്മുടെ ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ നമ്മുടെ ഫുഡ് ഹാബിറ്റ് മാറി, നമ്മുടെ കൾച്ചർ മാറി, നമ്മുടെ എക്സസൈസ് അല്ലെങ്കിൽ വ്യായാമങ്ങളുടെ രീതി മാറി, നമ്മുടെ സപ്ലിമെന്റുകൾ അല്ലെങ്കിൽ ഭക്ഷണങ്ങൾ കഴിക്കുന്ന ശരിയായ പ്രോട്ടീനും മിനറൽസും നമുക്ക് കിട്ടാത്ത പല രീതിയിലും നമുക്ക് വരുന്നുണ്ട്. നോക്കൂ, സപ്ലിമെന്റുകളുടെയൊക്കെ പ്രാധാന്യം ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ തുടങ്ങുന്നത്. സപ്ലിമെന്റുകൾ കഴിക്കുമെന്ന് പറ്റും, നമുക്ക് ധാരാളം വൈറ്റമിൻ ഡി ഒക്കെ കഴിക്കുന്ന സമയത്ത് നമ്മുടെ പ്രോസ്റ്റേറ്റ് കെയറിനെയൊക്കെ വളരെയധികം ആക്റ്റീവ് ആക്കാനും സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. നമ്മൾ ഭാഗ്യവന്മാരാണ്. കാരണം എന്താ, നമ്മുടെ ഏറ്റവും വൈറ്റമിൻ ഡിയുടെ ആയിട്ടുള്ള ധാരാളം സപ്ലിമെന്റുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഒമേഗ 3 അടങ്ങിയ ഭക്ഷണ നമുക്ക് സപ്ലിമെന്റുകൾ ധാരാളം. ഇതെല്ലാം നമ്മളെ ഗുണം ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അസാധാരണമായിട്ട് ശരീരഭാരം കുറയുക, അതുപോലെ മൂത്രം പോകുന്ന സമയത്ത് അമിതമായിട്ട് പുറന്തള്ളി വിടുക അല്ലെങ്കിൽ വിട്ട് പോകുക. നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ആ പോയിന്റ് ആണ്. ഈ പോയിന്റ് നോട്ട് ചെയ്തോളൂ. അമിതമായിട്ട് പോവുക, അതായത് നമ്മുടെ ഒരു കൺട്രോൾ ഇല്ലാതെ യൂറിൻ പോകുന്നു. ചിലപ്പോ യൂറിന്റെ ആ ഒരു ഫ്ലോ മുറിഞ്ഞു പോവുക. അതുപോലെ തന്നെ ഞാൻ
തെറ്റിദ്ധരിക്കരുത്. ചിലപ്പോൾ നമ്മളൊന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഒന്ന് യൂറിൻ പാത്ത് അല്ലെങ്കിൽ മൂത്രം ഫുള്ളായി പോയി എന്ന് കരുതുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോസ്റ്റേറ്റിന് എവിടെയോ എന്തോ ഒരു പ്രശ്നമായിട്ട് നിങ്ങൾ കരുതണം. നമുക്ക് യൂറിൻ അത് ഒരു സ്പീഡ് അല്ലെങ്കിൽ ഒരു നിശ്ചിത ദൂരത്തിലേക്ക് നമുക്ക് പോകാനുള്ള ഒരു കഴിവുണ്ട്. നമ്മുടെ സഹോദരന്മാർക്കൊക്കെ ഒരു നിശ്ചിത ദൂരത്തിലേക്ക് പോകും. പക്ഷെ അതില്ലാതെ അത് താഴോട്ട് വരികയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് 40 വയസ്സിന് മുകളിലാണെങ്കിൽ. ഓക്കെ, അപ്പൊ അത് നമ്മുടെ ശരീരഭാരം കുറയ്ക്കുന്നുണ്ടോ? ഇനി അമിതമായിട്ടുള്ള വണ്ണങ്ങൾ ഉണ്ടാവുന്നവർക്ക്, അങ്ങനെ വരുന്നവർക്കും ഇതിന് പരിശോധനകളുണ്ട്. വിവിധ തരത്തിൽ ഡിജിറ്റൽ ആയിട്ടുള്ള നമ്മുടെ മലാശയ പരിശോധനകളും ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടും യൂറിനൽ ടെസ്റ്റ് ചെയ്തിട്ടൊക്കെ ഇതിനെ കണ്ടെത്താനൊക്കെ നമുക്ക് ഇന്ന് ധാരാളം രീതികളൊക്കെ ഉണ്ട്. നമുക്ക് ഇന്ന് മോഡേൺ മെഡിസിന് ധാരാളം സൗകര്യങ്ങളുണ്ട്. ഇപ്പൊ ശസ്ത്രക്രിയകളൊക്കെ ഉണ്ട്. അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ നീക്കം ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ എന്ത് പറ്റും? പരിമിതമായിട്ടുള്ള ഒരു ക്യാൻസർ ചികിത്സയാണെങ്കിൽ നമുക്ക് ട്രീറ്റ്മെന്റിലൂടെ, പക്ഷെ ചിലതൊക്കെ മാറ്റേണ്ടതായിട്ട് വരും. ഈ മാറ്റേണ്ടതൊക്കെ എത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ എന്ത് പറ്റും? നമ്മുടെ ജീവിതത്തെ മൊത്തത്തെ താളം തെറ്റിക്കുക, അല്ലെങ്കിൽ ഒരു ശരിയായ രീതിയിൽ നമ്മുടെ ഒരു പുരുഷന്റെ എങ്ങനെയാണോ ഒരു പ്രിയപ്പെട്ട സഹോദരിക്ക് ഈസ്ട്രജൻ അവരുടെ മെൻസ്ട്രേഷന്റെ അവസാന കാലഘട്ടത്തിൽ എത്തുന്ന സമയത്ത് ഉണ്ടാവുന്ന ഈസ്ട്രജൻ വേരിയേഷൻ ഉണ്ടാവുന്നതിനേക്കാൾ 10 മടങ്ങ് പ്രശ്നങ്ങൾ ഈ നമ്മുടെ പ്രോസ്റ്റേറ്റ് കെയർ ഇല്ലാതെ അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനത്തെ താളം തെറ്റിക്കുമ്പോൾ നമ്മളെ ബാധിക്കുന്നു. ഇത് ധാരാളം പേര് ഈ ചൂടിലൂടെ വർക്ക് ചെയ്യുന്ന, പ്രത്യേകിച്ച് വിദേശത്തൊക്കെ ഒരുപാട് പേര് നമ്മുടെ ഉണ്ട്. ഈ ചൂടൊക്കെ ധാരാളം തട്ടുന്ന സമയത്ത് എന്ത് പറ്റും? പ്രോസ്റ്റേറ്റിന് അതിന്റെ ഫങ്ഷന് ഒരു ഇതാവുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കാറ്ററിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവര്, വണ്ടികൾ ഓടിക്കുന്നവരുണ്ടാവും. ഈ വണ്ടിയുടെ ചൂട് യാത്ര ഒക്കെ വരുന്ന സമയത്ത് ചൂട് ധാരാളം വരുന്നുണ്ടെങ്കിൽ ഇത്തരം അവസ്ഥകൾ, ചൂട് അമിതമായിട്ട് നിശ്ചിത പരിധിയിൽ കൂടുതൽ നമ്മുടെ തുടയുടെ മുകളിൽ ഭാഗങ്ങളിൽ എത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സ്വകാര്യ ഭാഗങ്ങളിൽ എത്തുമ്പോൾ, അങ്ങനെ പറ്റുമ്പോൾ എന്ത് പറ്റുന്നു? അങ്ങനെ വരുമ്പോഴും നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ പതുക്കെ പ്രോസ്റ്റേറ്റ് കെയറിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നു. അങ്ങനെ അതുകൊണ്ട് എന്താണ് പറ്റുന്നത്? നമ്മുടെ മൂത്രാശയ പ്രശ്നങ്ങൾ വരുന്നു, നമ്മുടെ ഉദ്ധാരണ പ്രശ്നങ്ങൾ വരുന്നു. അങ്ങനെ നമുക്ക് അടുത്തടുത്ത ഓരോരോ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. ചിലവർക്ക് രക്തസ്രാവം, യൂറിനിൽ തന്നെ ബ്ലഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്ഖലനവുമായി ബന്ധപ്പെട്ട ഇതിലൊക്കെ അവിടെയും ബ്ലഡിന്റെ അംശങ്ങൾ വരുന്നുണ്ട്. ഇതിനൊക്കെ എന്ത് പറ്റുന്നു? ഈ പ്രോസ്റ്റേറ്റ് കെയർ നമ്മളെ എങ്ങനെ ഉണ്ടോ എന്ന് നിങ്ങൾ ടെസ്റ്റ് ചെയ്യണം. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാര് നിങ്ങൾ ഉറപ്പ് വരുത്തുക. എന്താണ്? ഇത്തരം ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രോസ്റ്റേറ്റുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന് കരുതുക. പ്രായപൂർത്തിയാകുന്നതനുസരിച്ച് ഈ പ്രോസ്റ്റേറ്റ് ഇങ്ങനെ വളരും. പക്ഷെ അത് വളർന്നത് ദോഷമല്ല, പക്ഷെ അത് നമ്മളെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിക്കാതിരിക്കുക. 40 വയസ്സ് എത്തുമ്പോൾ ഞാൻ പറഞ്ഞു, പുതിയതാരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. 40 വയസ്സാണ് നമ്മുടെ ഈ ഒരു സമയത്തെ നമ്മൾ കാണേണ്ടത്. ഈ 40 വയസ്സ് എത്തുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും ഇത്രയും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, നമ്മുടെ മൂത്രത്തിന്റെ ഒഴുക്ക് അല്ലെ, ആ ഒഴുക്ക് താളം തെറ്റുന്നുണ്ടോ? യൂറിനൽ കൾച്ചർ അല്ലെങ്കിൽ ആ ഒരു ഒഴുക്ക് ഞാൻ പറഞ്ഞു, അതുപോലെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇനി അതിൽ എന്തെങ്കിലും ബ്ലഡിന്റെ അംശം കാണുന്നുണ്ടോ? അതുപോലെ അണുബാധകൾ നിരന്തരം നമുക്ക് ഇൻഫെക്ഷൻ പോലെ എന്തെങ്കിലും നമ്മുടെ സ്വകാര്യ ഭാഗങ്ങളിലൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെയൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ചികിത്സാ രീതികളൊക്കെ പലതരത്തിലുണ്ടെങ്കിലും നമുക്കിവിടെ ഏറ്റവും നല്ല ഡിവൈൻ ആയിട്ടുള്ള പ്രോഡക്റ്റ് നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മൾ എത്തുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ പറയുന്നുണ്ട്. നമുക്ക് ധാരാളം ഇതിന് എന്തൊക്കെ ചെയ്യാം. ജനറലി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? വ്യായാമങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട് 40 വയസ്സ് കഴിഞ്ഞ് ചെയ്യണം. മറക്കരുത്. കാരണം നമ്മുടെ ഫാമിലി ലൈഫിനെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമാണ് പ്രോസ്റ്റേറ്റ്. വ്യായാമം നിർബന്ധമായിട്ട് ചെയ്യണം. നമ്പർ 2, ധാരാളം വെള്ളം നമ്മൾ കുടിച്ചിരിക്കണം. സ്ട്രെസ്, ആങ്സൈറ്റി പോലെ ഉണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് ഇല്ലാതാക്കുക. അമിതമായിട്ടുള്ള ചൂട്, ശരീരത്തിലേക്ക് ചൂട് ഏൽപ്പിക്കുന്ന രീതിയിൽ ഏതെങ്കിലും വർക്കുകൾ ഉണ്ടെങ്കിൽ അവിടുന്ന് ഒന്ന് മാറി കുറച്ച് ഒന്ന് റിലാക്സ് ആവാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഡ്രൈവേഴ്സ് ഒക്കെ ആണെങ്കിൽ അവരൊക്കെ വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് സമ്മർദ്ദങ്ങളെ കുറയ്ക്കാനും പെരുമുറങ്ങൾ കുറയ്ക്കാനും എന്തെങ്കിലും വിധത്തിലുള്ള ഇഷ്യൂകളൊക്കെ നിങ്ങൾ ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ ഇരുന്ന് സ്ട്രെസ് കുറയ്ക്കുന്ന വഴി തന്നെ നമുക്ക് പ്രോസ്റ്റേറ്റ് കെയറിനെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ട്. ഇനി ഞാൻ അടുത്ത ചില ചോദ്യങ്ങളിലൂടെയാണ് ഉത്തരം വരുന്നത്. ഒരു ചോദ്യമാണ്, 59 വയസ്സുണ്ട്, ഏതാണ്ട് എനിക്കൊരു 60 വയസ്സുണ്ട്, എനിക്ക് പ്രമേഹം അല്ലെങ്കിൽ ഷുഗർ, ഡയബറ്റിക് ഇല്ല, BP-ക്ക് എനിക്ക് കുറച്ച് BP ഉണ്ട്, ഞാൻ മരുന്ന് ചെറുതായി കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എനിക്ക് മൂത്രം ഒഴിക്കുമ്പോൾ ധാരാളം വേദനയുണ്ട്, പുകച്ചിലുണ്ട്, ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ഇതുണ്ടെങ്കിൽ നമുക്ക് നോക്കാം അവർക്ക് അത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആവാൻ സാധ്യതയുണ്ടോ ചോദിച്ചാൽ ഓർക്കുക, മധ്യവയസ്ക്ക് കഴിഞ്ഞിട്ട് ഇത്തരം, അതായത് നമുക്ക് ഡയബറ്റിക് ഇല്ല പക്ഷെ BP ഉണ്ട്, മൂത്രം ഒഴിക്കുമ്പോൾ ശക്തമായ വേദനയും പുകച്ചിലും ഒക്കെ ഉണ്ടെങ്കിൽ, ഇതൊന്നും ഇല്ലെങ്കിലും അമിതവണ്ണം ഒബിസിറ്റി ഉണ്ടെങ്കിലും ഓർക്കുക നമ്മുടെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വലിപ്പം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്, വീക്കമാണ് എന്ന് നമുക്ക് ഉറപ്പുവരുത്താം.
ക്ലിയർ ആണോ? ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആണോ? ഇനി അടുത്തതാണ് ഇതിനെ കണക്ട് ചെയ്തിട്ട് രാത്രിയിൽ ഉണ്ടാവുന്ന മൂത്ര പ്രശ്നങ്ങൾ. അമിതമായിട്ട് ഇടയ്ക്കിടയ്ക്ക് യൂറിനേഷൻ പോവുക. നമ്മൾ യു കൺട്രോൾ എന്നൊക്കെ ഒരു പ്രൊഡക്റ്റ് ഒക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അതല്ലാതെ ഞാൻ പറയാണ്, മൂത്രമായിട്ട് ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ ടെൻഡൻസി ഉണ്ടെങ്കിൽ, വരുന്നുണ്ടെങ്കിൽ പ്രോസ്റ്റേറ്റ് വീക്കത്തിന് കാരണമാകുന്നുണ്ട്. ഇനി മൂത്രം ഒഴിക്കാൻ നമ്മൾ എഴുന്നേൽക്കുമല്ലോ അല്ലെ? അങ്ങനെ സമയത്ത് മൂത്രം പോകുന്നതിന്റെ ശക്തി കുറയും. പക്ഷെ ഒഴിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് ഞാൻ നമ്മുടെ വാഷ്റൂമിൽ പോകുന്നു. പക്ഷെ എനിക്ക് മൂത്രം ഒഴിക്കാൻ തുടങ്ങുമ്പോൾ താമസം ഉണ്ടാവുക. ബെഡിൽ നിന്ന് എണീക്കുമ്പോൾ എനിക്ക് തോന്നി, പക്ഷെ എനിക്ക് അവിടെ പോയ സമയത്ത് എനിക്ക് കഴിയുന്നില്ല. അല്ലെങ്കിൽ എന്റെ ശക്തി കുറഞ്ഞു പോവുക, അല്ലെങ്കിൽ മൂത്രം മുഴുവനായിട്ട് എന്റെ ശരീരത്തിൽ നിന്ന് പോയി എന്നുള്ള, ഇല്ല പോയിട്ടില്ല, അല്പം ബാക്കിയുണ്ട് എന്ന് തോന്നൽ വരിക. ഇങ്ങനെ അതോ ഉണ്ടെങ്കിൽ തന്നെ ഇനി അല്ല എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റും എന്നൊരു ഫീലിംഗ് എനിക്ക് പറ്റാതെ വരുന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ഇതെല്ലാം ഇതിന്റെ ലക്ഷണങ്ങളായിട്ട് നമ്മൾ കരുതണം. ക്ലിയർ? ഓക്കെ. ചില നമുക്ക് സ്വകാര്യ ഭാഗങ്ങളിൽ നീർക്കെട്ടുകളൊക്കെ വരാറുണ്ട്, ചില അണുബാധകളൊക്കെ വരാറുണ്ട്. ഇങ്ങനെ വരുന്ന സമയത്തും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം വരുന്നുണ്ട്. മൂത്രസഞ്ചി പൂർണ്ണമായിട്ടും മൂത്രം ഒഴിഞ്ഞു പോവാതെ മൂത്രം കെട്ടിക്കിടക്കുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ എന്ത് പറ്റും? അണുബാധകളിലേക്ക് ചാൻസ് വരും. ദീർഘനേരം നമ്മൾ അതിൽ പിടിച്ചു നിർത്താതെ പറ്റാതെ വരും. അതുകൊണ്ട് തന്നെ വ്യായാമ മുറകൾ നമ്മൾ ശീലിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പരിശോധനകളൊക്കെ ഒന്ന് ചെയ്യുന്നത് നന്നായിരിക്കും. ഓക്കെ. ധാരാളം ഓക്കെ. നമ്മുടെ മൂത്രാശയത്തിന്റെ ഭിത്തി ഇങ്ങനെ കട്ടിയുള്ള, അല്ലെങ്കിൽ അതിന്റെ ബലഹീനത അല്ലെ, അതിനൊരു ബലമുണ്ട്. അതിന്റെ ബലഹീനത നശിക്കുകയോ അല്ലെങ്കിൽ അതിനൊരു ശരിയായ ഒരു ശക്തി കിട്ടാതിരിക്കുകയോ ചെയ്യുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ ചലനശേഷി, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ എല്ലാ ആക്ടിവേഷൻ, യൂറിൻ പാത്വേ ആയിക്കോട്ടെ, യൂറിനേഷൻ ആയിക്കോട്ടെ, അല്ല നമ്മുടെ ആക്ടിവേഷൻ മോഡുകളായിക്കോട്ടെ, അവിടെയൊക്കെ നമുക്കിതിനെ, ഈ പ്രോസ്റ്റേറ്റ് നമ്മളെ സഹായം ചെയ്യുന്നതിന് പകരം ആ ആക്ടിവേഷൻ ഒന്നും ശരിയായ രീതിയിൽ ചെയ്യാതിരിക്കാൻ പറ്റുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ 50 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടോ നമ്മുടെ പ്രോസ്റ്റേറ്റ് വളർച്ച നന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ നമ്മളെ കൊണ്ട് പറ്റണം. ഇനി നമുക്ക് അടുത്ത ലെവലിലേക്ക് പോണേ. ലോകത്തെ എല്ലാ സ്ഥലത്തും ഇതിനെക്കുറിച്ച് ധാരാളം റിസർച്ച് നടന്നിട്ടുണ്ട്. ഇതിന്റെ ഒരു പഠനത്തിൽ പറയണം, ഏതാണ്ട് 40-50 ഇടയിൽ പുരുഷന്മാർക്ക് ഏതാണ്ട് ഒരു 25% പേർക്കും ഇന്നുണ്ട്. പക്ഷെ കേരളത്തിന്റെ ഒരു സ്റ്റഡി ഞാൻ എടുത്തപ്പോൾ വളരെയധികം ഞെട്ടിച്ചു. ആ സ്റ്റഡിയിൽ ഏതാണ്ട് കേരളത്തിൽ 40 വയസ്സാകുമ്പോഴേക്കും തന്നെ 50-51% പ്രോസ്റ്റേറ്റുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. കാരണം ഏറ്റവും നല്ല ഫാമിലി ലൈഫിൽ ആളുകൾക്ക് പോലും ഈ ഒരു പ്രശ്നം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ പ്രോഡക്റ്റ് വളരെയധികം സഹായിക്കും. ഇനി 60 മുതൽ 70 വയസ്സെത്തുമ്പോൾ തന്നെ ശരിക്കും ലോക നിലവാരത്തിലേക്ക് എത്തുമ്പോൾ അവിടെയാണ് 50% എത്തുന്നത്. ഏതാണ്ട് 80-90 വയസ്സ് എത്തുമ്പോൾ അവിടെ 80% എത്തുമ്പോഴേക്കും നമ്മൾ യങ് ആയിരിക്കുന്ന 40 വയസ്സുകാരനെ ഏതാണ്ട് 50%-ലേക്കും 51%-ലേക്ക് എത്തുന്നു. ഈ പഠനങ്ങളൊക്കെ പറയുന്നത് ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ നമ്മുടെ വ്യാപന ശേഷി പ്രോസ്റ്റേറ്റ് കെയറിന് വളരെയധികം കൂടുതലാണ്. അത് മാറ്റണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, മൂത്രം ഒഴിക്കുന്നതിന് തിടുക്കം തോന്നുക. പുതിയ ആളുകളൊക്കെ വന്നിട്ടുണ്ട്. ഈ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടാണ്. ദുർബലമായിട്ടുള്ള യൂറിൻ ഒഴുക്കാണ്. അതുപോലെ മൂത്രത്തിൽ രക്തം കാണുക അവസ്ഥയുണ്ടെങ്കിൽ, മൂത്രം ഒഴിക്കുമ്പോൾ ശക്തമായ വേദന വരുന്നുണ്ടെങ്കിൽ, ദുർഗന്ധം ഉണ്ടെങ്കിൽ, പതിവായി രാത്രി മൂത്രം ഒഴിക്കാൻ നിങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്കോ തോന്നുന്നുണ്ടെങ്കിൽ, ഇതെല്ലാം നമ്മുടെ നമ്മുടെ പ്രോസ്റ്റേറ്റ് കെയറിനെ എവിടെയോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഇനി കുടുംബചരിത്രം. 1994 ഒരു പഠനത്തിൽ ഒരു ഡിഗ്രി പഠിക്കുന്ന ഒരു കുട്ടിയുടെ കുടുംബവശാത്തിൽ ആ കുട്ടിക്ക് ഏതാണ്ട് 20-25 വർഷത്തിന് മുമ്പുള്ള ഒരു പഠനമാണ് കേട്ടോ ഇത് പറയുന്നത്. അവിടെ ആ കുട്ടിയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് മാറിയപ്പോൾ പ്രോസ്റ്റേറ്റ് 4 മടങ്ങ് ആ കുട്ടിയിൽ നിന്ന് ജനിച്ച കുട്ടിക്ക് ഉണ്ടാവുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ പാരമ്പര്യത്തിൽ ആർക്കെങ്കിലും, ഇപ്പൊ എന്റെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ മുത്തശ്ശനോ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനൊന്നും ഇത് ചിലപ്പോൾ ഒരുപക്ഷെ നമ്മളോട് പറയണമെന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കൊരു 4 മടങ്ങ് സാധ്യത പ്രോസ്റ്റേറ്റ് കെയർ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരാൻ സാധ്യത കൂടുതൽ ഉണ്ട്. അപ്പോൾ വ്യായാമങ്ങളും മറ്റു രീതികളൊക്കെ, പൊണ്ണത്തടി, BMI ഒക്കെ ചെക്ക് ചെയ്തിട്ട്
നമ്മൾ വെയിറ്റ് ഒക്കെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കുറയ്ക്കണം. അനാരോഗ്യപരമായിട്ടുള്ള ഭക്ഷണ രീതികൾ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ മാറ്റണം. നമ്മൾ എപ്പോഴും നമുക്ക് ധാരാളം സപ്ലിമെന്റുകൾ ഉണ്ട്. ഈ സപ്ലിമെന്റിലൂടെ നമുക്ക് പോഷക മൂല്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഭക്ഷണത്തെ കൺട്രോൾ ചെയ്ത് നമ്മൾ സപ്ലിമെന്റിലൊക്കെ എടുത്തുകൊണ്ട് തന്നെ നമ്മുടെ പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പോൾ കൊഴുപ്പ് കുറഞ്ഞുള്ള ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക. അതുപോലെ തന്നെ ചുവന്ന മാംസ്യങ്ങൾ അല്ലെ, റെഡ് മീറ്റുകളൊക്കെ ഒഴിവാക്കുക. ഇനി പ്രോട്ടീനും പച്ചക്കറികളും ധാരാളം നമ്മൾ കഴിക്കുക. നോക്കൂ, നമ്മൾ എത്ര ഭാഗ്യവന്മാരാണ്. പ്രോട്ടീൻ നമ്മുടെ കൈവെള്ളയിൽ തന്നെ ഉണ്ട് അല്ലേ സ്വർണ്ണോ? നമ്മുടെ മുന്നിൽ പ്രോട്ടീൻ ഉണ്ട്. ഈ പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ നമ്മുടെ മുന്നിൽ പ്രോട്ടീനും കൂടെ നമ്മുടെ ഉണ്ട്. നമുക്ക് ധാരാളം സപ്ലിമെന്റില് ഇത് പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ കിട്ടുന്ന വഴി എന്ത് പറ്റും? ഇത്തരം പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ പറ്റുന്നുണ്ട്. ഇനി കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അത് നിയന്ത്രിക്കാൻ എന്താണ്, നമുക്ക് ഒമേഗ 3 ധാരാളം അടങ്ങിയിട്ടുള്ള പ്രോഡക്റ്റുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഫ്ലാക്സ് ഓയിൽ ഉണ്ട്. ഇതെല്ലാം നമ്മുടെ കൊളസ്ട്രോള് നിയന്ത്രിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നു. ഇനി പുകവലി ഒഴിവാക്കാനുള്ള ഒരാൾക്ക് ചെയ്യാം. BP ബാലൻസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് പ്രോസ്റ്റേറ്റ് കെയറിന്റെ പ്രശ്നങ്ങളെ നമുക്ക് ഒരു പരിധി വരെ. അടുത്തതാണ് സോഡിയം. ഉപ്പിന്റെ ഉപയോഗം ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ അല്ലെങ്കിൽ സഹോദരിമാരെ, ഭക്ഷണ രീതിയിൽ ഉപ്പിനെ ഒരല്പം കുറയ്ക്കുന്ന വഴി നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവ് അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പ്രോസ്റ്റേറ്റിനെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങളെ കൊണ്ട് പറ്റാവുന്നത്. ഉപ്പൊക്കെ അധികം വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വേണ്ട, സാരമില്ല, ഒരല്പം ഉപ്പ് കുറച്ചോളൂ പറയുക. കാരണം എന്താ? പ്രോസ്റ്റേറ്റ് വളർച്ചയ്ക്കോ അല്ലെങ്കിൽ അതിന് ദോഷം വരുന്നത് സോഡിയത്തിന്റെ അമിതമായിട്ടുള്ള, ഉപ്പിന്റെ അമിതമായിട്ടുള്ള ഉപയോഗങ്ങൾ ദോഷം ചെയ്യുന്നത്. അതുകൊണ്ട് ഉപ്പൊക്കെ അല്പം കുറയ്ക്കുക. റെഡിയല്ലേ പ്രിയപ്പെട്ട സഹോദരിമാരെ? നിങ്ങൾ റെഡിയല്ലേ ഉപ്പൊക്കെ കുറയ്ക്കാൻ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പ്രോസ്റ്റേറ്റ് സംരക്ഷിക്കാൻ? യെസ്. ആരോഗ്യപരമായിട്ട് ഉറക്കം നമുക്ക് നോക്കുക. അതിനുവേണ്ടി നമ്മളെല്ലാവരും ശ്രമിക്കുക. മദ്യപാന രീതി ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. ഇതെല്ലാം നമ്മുടെ ഇനി അടുത്തതാണ് ചോദ്യമാണ്, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വികാസനം അല്ലെങ്കിൽ എൻലാർജ്മെന്റ് നമ്മുടെ പുരുഷന്റെ ലൈംഗികപരമായിട്ടുള്ള എന്തെങ്കിലും ബാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇതൊരു ചോദ്യത്തിനുള്ള ഉത്തരവാണ്. ചോദ്യകർത്താവ് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ആ ചോദ്യത്തിന് എല്ലാവർക്കും കൂടി ഒരു കോമൺ ഉത്തരവാണ്. വിശാലമായിട്ട് നമ്മുടെ പ്രോസ്റ്റേറ്റ് നമ്മുടെ ഉദ്ധാരണ ശക്തികളെയും നമ്മുടെ അടുത്ത ആക്ടിവേഷനുകളിലേക്കും നമ്മുടെ സെക്ഷൽ ഹാപ്പിനെസ്സിലേക്കും ധാരാളം വേദന നമ്മളിലേക്ക് എത്തുകയും നമുക്കുണ്ടാവുന്ന ശരീരത്തിന്റെ നമ്മുടെ പാർട്ട്ണറോടുള്ള ഒരു അഭിലാഷം അല്ലെ, ഇഷ്ടങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലെ, അത് നമുക്ക് കുറഞ്ഞു വരും. അതുകൊണ്ട് തന്നെ ഇതിന്റെ സംതൃപ്തിയുടെ താഴ്ന്ന നിലയിലേക്ക് പോകും. അതുകൊണ്ട് എന്ത് പറ്റും? നിങ്ങൾ എല്ലാവരും ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മൾ നിർബന്ധമായിട്ടും സാധ്യത കൂടുതലായതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം. ഓക്കെ. ഇത് പ്രായം കൂടുന്തോറും വരുന്നു. പക്ഷെ പ്രായം കൂടുന്തോറും നമ്മുടെ സ്വഭാവം ഒന്നും വ്യത്യാസം വരുന്നില്ല. പക്ഷെ ഗ്രന്ഥിയുടെ പ്രശ്നം അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിന്റെ പ്രശ്നം നമ്മളെ ഒരു ഹാപ്പി ലൈഫിലേക്ക്, ഇതിലേക്ക് എത്താൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. അതുകൊണ്ട് എപ്പോഴും പ്രോസ്റ്റേറ്റിനെ വളരെയധികം. ഇനി അടുത്തൊരു ചോദ്യമാണ്, കിഡ്നിയുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ എന്നതാണ്. പ്രോസ്റ്റേറ്റ് മൂത്രാശയവുമായിട്ട് തൊട്ട് താഴെ വരുന്നതായതുകൊണ്ട് തന്നെ മൂത്രം ആയിട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പ്രോസ്റ്റേറ്റ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കിഡ്നിനെയും ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും പ്രോസ്റ്റേറ്റിനെ നമ്മൾ ഏറ്റവും നന്നായി പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയണം. ഇനി ഒരു ചെറിയ ഡയറ്റ് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഡയറ്റുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊഴുപ്പ് കുറഞ്ഞ ഭക്ഷണം കഴിക്കുക, ധാരാളം സപ്ലിമെന്റുകൾ കഴിക്കുക, വെയിറ്റ് മാനേജ് ചെയ്യുക, ഇതെല്ലാം ചെയ്യുക, നല്ല എക്സസൈസ് ചെയ്യുക, അതുപോലെ നമ്മുടെ സ്മോക്കിംഗ് ഒക്കെ കുറയ്ക്കുക. ഇനി നമുക്ക് സെക്ഷലി ആക്റ്റീവ് ആവുക. അടുത്തത്, എന്നാൽ ഇതിലാരും ഒന്നും തെറ്റിദ്ധരിക്കരുത്. നമ്മൾ സെക്ഷലി ആക്റ്റീവ് ആവുന്ന സമയത്ത് നമ്മുടെ പ്രോസ്റ്റേറ്റിന് വളരെയധികം പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. അത് നമ്മുടെ പാർട്ട്ണറുമായിട്ട് നമ്മൾ വളരെയധികം ഡിസ്കസ് ചെയ്ത് എന്തെങ്കിലും നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അവരുമായിട്ട് ഷെയർ ചെയ്ത് അത് നമ്മൾ നമ്മുടെ ഹാപ്പി ലൈഫിലേക്ക് എത്തുന്നത് വഴി നമുക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ടാവും. അല്ല മാറി നിൽക്കുന്നതല്ല, അതുവഴി ഹാപ്പി ലൈഫിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ക്യാൻസറിനെ കുറിച്ചൊക്കെ പറഞ്ഞു. സെക്കൻഡ്. ഓക്കെ, ഇനി എന്താണ് പ്രോസ്റ്റേറ്റ് നമ്മളെ സഹായിക്കുന്ന അടുത്ത കുറെ ഗുണങ്ങൾ? നമ്മുടെ ഫ്ലൂയിഡ് പ്രൊഡക്ഷന് നന്നായിട്ട് സപ്പോർട്ട്, ഏതാണ്ട് 30% നമ്മുടെ സെമൻ ഒക്കെ ശരിയാക്കി തരാൻ അല്ലെങ്കിൽ അതിന്റെ ഹോർമോൺ റെഗുലേഷൻ അതിൽ ബാലൻസ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തത് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് നമ്മുടെ ഏജിങ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളെ, റിസ്ക് ഫാക്ടേഴ്സിനെയൊക്കെ ഹോർമോൺ ബാലൻസ് ചെയ്യാനും, അതുപോലെ ഒബിസിറ്റീനെ അമിതമായിട്ട് അമിതമായിട്ടുള്ള വണ്ണം കൂട്ടാൻ ഉണ്ടെങ്കിൽ തന്നെ അതിനെ നിയന്ത്രിച്ച് നിർത്താനും ഒക്കെ പ്രോസ്റ്റേറ്റ് കെയർ അറിയാതെ എവിടെയൊക്കെയോ ഒരു സഹായം ചെയ്യുന്നുണ്ട്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ വീക്കെൻഡ് ആയിട്ടുള്ള
യൂറിനേഷൻ നമുക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യൂറിനേഷന്റെ ഫ്രീക്വന്റ് വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ, അതുപോലെ നമ്മുടെ ബ്ലഡിൽ യൂറിൻ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് ധാരാളം നമുക്ക് പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്ക് ഉറപ്പുവരുത്താം. ഇനി നമുക്ക് ഒരു മിനിറ്റ്. ഇനി പ്രോസ്റ്റേറ്റ് ക്യാൻസർ അല്ലെ, നേരത്തെ പറഞ്ഞു പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ കുറിച്ച്. അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഒരു സെൽ ഗ്രോത്ത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന് വരാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ഫാമിലി ഹിസ്റ്ററി അതുപോലെ തന്നെ എല്ലാം നമ്മൾ എടുക്കണം. അപ്പൊ 50 വയസ്സ് എന്നുള്ളതൊരു നമ്മളൊരു 40-50 ഒക്കെ നമ്മളൊരു റിസ്ക് ഫാക്ടർ ആയിട്ട് നമ്മൾ ഇനി മുതൽ കാണാൻ നമ്മളെ കൊണ്ട് പറ്റണം. ഓക്കെ, റെഡി അല്ലേ? സമയം കുറഞ്ഞുകൊണ്ട് ഒരല്പം സ്പീഡ് കൂട്ടുന്നുണ്ടേ. ഓക്കെ, ഇനി അടുത്തതാണ് ഞാനൊരു 50 കീ പോയിന്റ് പറയും. എന്താണ് നമ്മുടെ പ്രോസ്റ്റേറ്റ് കെയർ നമ്മുടെ ഹാപ്പി ലൈഫിനെ എങ്ങനെ ബാധിക്കുന്നു, നമ്മുടെ ഒപ്റ്റിമൽ ആയിട്ടുള്ള ഹെൽത്ത് ഫംഗ്ഷൻ അല്ലെങ്കിൽ സെക്ഷൽ ഫംഗ്ഷനെ താളം തെറ്റിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറ്റുന്നുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ ഫെർട്ടിലിറ്റി അല്ലെ, ഫെർട്ടിലിറ്റി കുഞ്ഞുങ്ങളാവാതിരിക്കുന്ന ഇപ്പോ ആവുന്ന അവസ്ഥയിൽ പ്രോസ്റ്റേറ്റിന് ഒരു വലിയ കാരണമുണ്ട്. അതുപോലെ സെക്ഷൽ പ്ലഷർ നമ്മുടെ സന്തോഷ നിമിഷങ്ങളെ ഇല്ലാതാക്കാൻ അത് ഈ പ്രോസ്റ്റേറ്റ് കാരണമാകുന്നുണ്ട്. ഇനി നമ്മുടെ എന്തെല്ലാം നമുക്ക് ചില മസാജുകൾ നമ്മുടെ ശരീരത്തിലെ നമ്മുടെ വയറിനോട് ചേർന്ന ഭാഗങ്ങളിൽ ഉണ്ടാവുന്ന പ്രോസ്റ്റേറ്റിനെ റിലാക്സ് ചെയ്യുന്ന മസിൽസിനെ ഒക്കെ നമുക്ക് തന്നെ ഒന്ന് തലോടുകയും തടവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. മസിൽ റിലാക്സേഷൻ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നിരന്തരം, പക്ഷെ ഇന്റേണലി വളർച്ച വന്നതിന്റെ അല്ല ഞാൻ പറയുന്നത്, അല്ലാതെ ഉണ്ടാവുന്ന സ്ട്രെസ്സുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ നമുക്ക് കുറച്ച് ബ്ലഡ് ഫ്ലോ കൃത്യമായിട്ട് എത്തിക്കാൻ പറ്റുകയാണെങ്കിലും നമ്മുടെ ഹാപ്പി ലൈഫിലേക്ക് നമുക്ക് മാറാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മുടെ നേരത്തെ പറഞ്ഞ ഡയറ്ററി, ഞാൻ നേരത്തെ പറഞ്ഞു ഫ്ലാക്സീഡ് ഒക്കെ നമുക്ക് ബെസ്റ്റ് ആണ്. നമുക്ക് ഏറ്റവും നന്നായിട്ട് പ്രോസ്റ്റേറ്റ് കെയറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, എന്താണ് വരാതിരിക്കാൻ നമുക്ക് ഒമേഗ 3 അടങ്ങിയിട്ടുള്ള ഫ്ലാക്സീഡിനൊക്കെ ബെസ്റ്റ് ആയിട്ട് നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. ഇനി അടുത്തതിലേക്ക് പോകണം, നമ്മുടെ സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറഞ്ഞു. അത് നമ്മുടെ കോർട്ടിസോൾ ലെവലിനെയൊക്കെ നമ്മൾ മാനേജ് ചെയ്യാൻ എന്ത് ചെയ്യണം? ഉറക്കത്തെ നമ്മൾ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ ഉറക്കത്തെ കറക്റ്റ് ആക്കുക. നമ്മുടെ റിലാക്സേഷൻ മോഡ് എപ്പോഴും നമ്മൾ, പ്രത്യേകിച്ച് വെസ്റ്റീജിലുള്ളവരൊക്കെ എന്താണ്, നമ്മൾ കൂളായിട്ടും റിലാക്സ് ആയിട്ടും നമ്മൾ വർക്ക് ചെയ്യും. കാരണം നമ്മൾ ആരോഗ്യത്തെക്കുറിച്ചും നമ്മൾ വെൽനെസിനെ കുറിച്ചും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളുകളായതുകൊണ്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മുടെ സ്ട്രെസ്സിനെയൊക്കെ നമ്മൾ കുറയ്ക്കാനും നമ്മുടെ സപ്പോർട്ടൽ ഹോർമോണുകളെ ബാലൻസ് ചെയ്യാനും ഒക്കെ നമ്മളെ കൊണ്ട് പറ്റണം. റെഡി? ഇനി നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ഇത് ബാധിക്കുന്നുണ്ട്. ഈ പ്രോസ്റ്റേറ്റ് കെയർ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റുമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മെന്റൽ ഹെൽത്തിനെയും ഡിപ്രഷനെയും സെൽഫ് എസ്റ്റീം, നമുക്ക് ഒരു സ്പോര എന്ന് പറയുന്ന ഒരു എനിക്ക് എന്റെ ഹാപ്പി ലൈഫിലേക്ക് എത്താൻ പറ്റുന്നില്ല, ഇതിനൊക്കെ നമ്മൾ എൻകറേജ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റണം. ഓക്കെ, ഇനി അടുത്ത പോയിന്റിലേക്ക് പോണ്. ക്ലിയർ ആണല്ലോ അല്ലേ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ്, എന്റെ നെറ്റ് പോയെന്ന് അറിഞ്ഞില്ല, ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഓടിച്ച് പറയുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഇതുവരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. യെസ് ആണ്. ഓക്കെ, താങ്ക് യു സോ മച്ച് സുമ മാഡം, താങ്ക് യു. ഓക്കെ, നമ്മുടെ പ്രോസ്റ്റേറ്റിനെ നമ്മുടെ സ്റ്റിമുലേറ്റ് ആയിട്ടുള്ള ഗ്രോത്തുകൾ നമുക്ക് ഒഴിവാക്കാൻ നമുക്ക് നമ്മൾ ചെയ്തേ പറ്റൂ. കാരണം നമ്മുടെ ആരും ശ്രദ്ധിക്കാത്ത, എല്ലാരും മാറ്റി നിർത്തുന്ന പുരുഷന്മാർ, നമ്മുടെ സഹോദരന്മാർ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ഏറ്റവും നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മൾ ചെയ്തേ പറ്റൂ. നമ്മുടെ മസിൽസിനെ റിലാക്സേഷൻ ഒക്കെ നമ്മൾ ചെയ്യണം. ഇവിടെയാണ് നമുക്ക് ഡിവൈൻ ആയിട്ട് വെസ്റ്റിച്ച് ഒരു പ്രോഡക്റ്റ് തന്നിരിക്കുന്നത്. എല്ലാ പ്രോഡക്റ്റിനേക്കാളും നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാര് ഉപയോഗിക്കേണ്ട ഒരു പ്രോഡക്റ്റ് ആണ് ആയുഷ് ആൻഡേല് പ്രോസ്റ്റേറ്റ് കെയർ. എന്താണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് നമ്മൾ പോവുകയാണ്. ഇൻഗ്രീഡിയൻസ് ഇതിൽ ഫുള്ളി വെജിറ്റേറിയൻ ആണ് കേട്ടോ. നമുക്ക് തന്നിരിക്കുന്ന നമ്മളൊക്കെ ഭാഗ്യവന്മാരാണ്. ഈ ഒരു പ്രോഡക്റ്റ് ഫുള്ളി വെജിറ്റേറിയൻ ആണ്, ഫുള്ളി നാച്ചുറൽ ആണ്. ഏത് ആളുകൾക്കും ഇത് കഴിക്കാവുന്നതാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്സ്. ഇതിലടങ്ങിയിരിക്കുന്ന നമ്മുടെ നാട്ടിൻ പുറത്ത് നമ്മളൊക്കെ കേട്ടതും മറന്നതുമായിട്ടുള്ള പേരുകളിലൂടെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതില് പുനർനവ എന്നതാണ് അതിൽ എഴുതിയിട്ടുണ്ടാവും. പേര് കാണാൻ പറ്റും, സ്ക്രീനിൽ വരും, അടുത്ത മൂമെന്റിൽ വരുമായിരിക്കും. ഓക്കെ, പക്ഷെ അതിന്റെ ശരിയായ നമ്മുടെ നാടൻ പേര് തഴുതാമ എന്നാണ്. ഈ തഴുതാമ നമ്മൾ മനസ്സിലാക്കേണ്ടത്
തഴുതാമയ്ക്ക് നമ്മുടെ പ്രോസ്റ്റേറ്റിന്റെ ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ കുറയ്ക്കാൻ പറ്റും. കിഡ്നിയുടെ ഫംഗ്ഷൻ, യൂറിനൽ ട്രാക്കിനെ നന്നാക്കി എടുക്കാൻ പറ്റും. ലിവർ ഫംഗ്ഷനെ കറക്റ്റ് ആക്കാൻ പറ്റുന്നുണ്ട്. ഡീടോക്സിഫിക്കേഷൻ സഹായിക്കുന്നുണ്ട്. നമ്മുടെ ഇമ്മ്യൂണിറ്റിയെയും ഓവറോൾ വെൽബീയിങ്ങിനെയും എന്തിനു പറ്റുന്നുണ്ട്? ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഈ തഴുതാമയ്ക്ക് അടുത്ത ഗുണമാണ് ആന്റി ഏജിങ് പ്രോപ്പർട്ടി ഇതിലുണ്ട്. നോക്കൂ, പണ്ടുള്ള ഒരു വേദന കുറയ്ക്കാൻ, ശ്വസനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെ, സ്ട്രെസ് കുറയ്ക്കാൻ, അപസ്മാരത്തിന്റെ ചികിത്സയ്ക്ക് പോലും മുൻകാലങ്ങളിൽ തഴുതാമ വിവിധ രീതിയിലൊക്കെ ഉപയോഗിച്ചിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത്രയും അപസ്മാരം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഒരു ഡിസോർഡറിലേക്ക് മാറുന്നു. അതിനെ പോലും സഹായിക്കാൻ ഉതകുന്ന ഒരു കണ്ടന്റ് തഴുതാമ, പുനർനവ. ശരിക്കും പുനർനവ എന്ന പേരിനെ നോക്കൂ, നമ്മളെ തന്നെ ഒരു പുരുഷനെ ഒരു നവ സൃഷ്ടിയിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ പുതിയൊരു മാറ്റത്തിലേക്ക് ഇവിടെ ഇരിക്കുന്ന ഒരുപാട് സഹോദരന്മാരെ അല്ലെങ്കിൽ അവരുടെ ഹാപ്പി ലൈഫിനെ മാറ്റിയെടുക്കാൻ പുനർനവയ്ക്ക് കഴിയുന്നുണ്ട്. അടുത്തതാണ് വരുൺ, അതായത് നീർമാതളം. അതിനെക്കുറിച്ച് കഴിഞ്ഞ കുറെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എങ്കിലും അതിൽ ഇവിടെ എങ്ങനെയാ ഗുണം ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ കിഡ്നിയുടെ പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ, അതുപോലെ തന്നെ നമ്മുടെ യൂറിനൽ ട്രാക്കിനെ ക്ലിയർ ചെയ്യാൻ. നോക്കൂ, തഴുതാമയ്ക്കും ഈ വരുൺ നീർമാതളത്തിനും ഒരാൾക്ക് എന്റെ ശരീരത്തിന് തഴുതാമയിലല്ല എനിക്ക് ഗുണം ചെയ്തെങ്കിൽ, പക്ഷെ നോക്കൂ, ആ കോമ്പിനേഷനിൽ ഇവിടെ നീർമാതളത്തില് എന്റെ പ്രശ്നത്തെ പരിഹരിക്കാൻ ഈ പറയുന്ന എല്ലാം നടക്കുന്നുണ്ട്. ഓവറോൾ വെൽബീയിങ്ങിനും ആന്റി ഏജിങ് പ്രോപ്പർട്ടി ആയിട്ടും ഇൻഫ്ലമേഷൻ കുറയ്ക്കാനൊക്കെ ഈ നമ്മുടെ നീർമാതളത്തിനും ഇവിടെ സഹായിക്കുന്നുണ്ട്. ഇനി കിഡ്നിയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും, കിഡ്നിയുടെ ഡാമേജ്, നമ്മൾ കിഡ്നി സ്ട്രെങ്ത് പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ട്, കിഡ്നിയുടെ സ്റ്റോണ് വരാതിരിക്കാനും അവിടെ ഉണ്ടാവുന്ന ഇൻഫെക്ഷനെ ക്ലിയർ ചെയ്യാനും, UTI യൂറിനൽ ട്രാക്ക് ഇൻഫെക്ഷനും അതുപോലെ തന്നെ പ്രശ്നങ്ങളേക്കും ഒക്കെ, പ്രഗ്നൻസി പെയിൻസ് വരെ. ശരിക്കും നമ്മൾ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുന്നത് ജെൻസിന്റെ കാറ്റഗറിയിൽ വരുന്നതാണെങ്കിലും അവിടെ ആ ഒരു അവസ്ഥയിൽ പോലും ആ പ്രഗ്നൻസി പെയിൻ വരെ നീർമാതളത്തിന് കുറയ്ക്കാൻ പറ്റുന്നു. ഇപ്പൊ പ്രോസ്റ്റേറ്റുമായിട്ടുള്ള എന്തെങ്കിലും വേദനകൾ നമുക്കുണ്ടെങ്കിൽ അവിടെയുള്ള പ്രശ്നത്തെ അല്ലെങ്കിൽ എൻലാർജ് ചെയ്യാൻ, റെഡ്യൂസ് ചെയ്യാൻ, എഴുതി വെച്ചോളൂ, നീർമാതളത്തിന് നമ്മുടെ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റിനെ, ആ സിംറ്റംസിനെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ വളർച്ചയെ തടയാൻ നീർമാതളത്തിന് കഴിയുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നീർമാതളത്തിൽ തന്നെ നമ്മുടെ സെക്ഷൽ ലൈഫിനെ മാറ്റാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ടെസ്റ്റോസ്റ്ററോൺ പോലുള്ള ഹോർമോൺസിനെയും നമ്മുടെ ഇഞ്ചക്ഷൻ മോഡ്, അത് നിങ്ങൾ ഗസ് ചെയ്തോളൂ, ആ മോഡൊക്കെ ക്ലിയർ ആവാനും നമ്മുടെ ഫെർട്ടിലിറ്റി ബൂസ്റ്റ് ചെയ്യാൻ, പക്ഷെ നമ്മളൊക്കെ ഇപ്പോ ഏതാണ്ട് മിഡിൽ ഏജ് ആയെങ്കിൽ പോലും നമ്മുടെ ഫെർട്ടിലിറ്റിനെ ബൂസ്റ്റ് ചെയ്യാൻ, ഇതില്ലാത്ത ആളുകളുണ്ടാവും. 20ഉം 25ഉം വയസ്സുള്ള ആള് പ്രോസ്റ്റേറ്റുമായിട്ട് മടിച്ച് അയ്യോ അതെങ്ങനെ പറയുക, അങ്ങനെയുള്ളവർക്ക് പോലും പ്രോസ്റ്റേറ്റ് കെയർ നോക്കൂ. 40 വയസ്സുകാർക്കല്ല നമ്മൾ റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞത്, അല്ലാതെ ഇത്തരം ഫീൽഡിലുള്ളവരും ചെറുപ്പക്കാരുണ്ടെങ്കിൽ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. കാരണം എന്താ? ഫെർട്ടിലിറ്റി, കല്യാണത്തിന് ശേഷം ഉണ്ടാകുന്ന ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ ഗർഭധാരണ ശേഷികള്, പ്രോസ്റ്റേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് ഗുണങ്ങള് ഈ ഏരിയ കണക്റ്റഡ് ആണെന്നുള്ളത്, അങ്ങനെയുള്ളവർക്കും നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തതാണ് ഇതിലെ ചുവന്ന കാഞ്ചൻ എന്നൊക്കെ ആയിരിക്കും ഇംഗ്ലീഷിലെ പേരുണ്ടാവും. ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ട പുരുഷന്റെ ഹോർമോണിനെ എല്ലാത്തിനെയും ബാലൻസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ്. ഇനി തൈറോയിഡിലേക്ക് ഏതെങ്കിലും തൈറോയിഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്യാൻ, മാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ നമ്മുടെ കോശങ്ങളുടെ നോർമൽ സൈസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തിനു പറ്റുന്നുണ്ട്? ചുവന്ന മന്ദാരത്തിന് പറ്റുന്നുണ്ട്. കോശങ്ങൾ ഒരു നോർമൽ സൈസിലാണല്ലോ വരുന്നത്. അതിനെ കോശങ്ങളുടെ ആരോഗ്യത്തെ നന്നായിട്ട് മുന്നോട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അടുത്തതാണ് നമുക്ക് ഗോക്ഷുര കാണാൻ പറ്റും നിങ്ങൾക്ക്. ഗോക്ഷുര എന്താണ്? ഞെരഞ്ഞിൽ. അതിനെക്കുറിച്ച് നമ്മൾ മറ്റൊരു പ്രോഡക്റ്റിൽ പറഞ്ഞിരുന്നു. എങ്കിലും ഗോക്ഷുര ഒരു പൂർണ്ണമായിട്ടും സെക്ഷൽ എൻഹാൻസർ അല്ലെങ്കിൽ സെക്ഷൽ ഫങ്ഷനെ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഇത് നമ്മുടെ ഫുൾ ബോഡി ഫങ്ഷനെ ആക്ടിവേറ്റ് ചെയ്യാൻ,
ഗോക്ഷുര അഥവാ ഞരലിന് ഈ ഒരു കോമ്പിനേഷൻ വെസ്റ്റീജിന്റെ ഡിവൈൻ ആയിട്ടുള്ള ഈ പ്രോസ്റ്റേറ്റ് കെയറിൽ ഈ ഒരു കോമ്പിനേഷനിൽ കഴിയുന്നുണ്ട്. അടുത്താണ് ശംഖുപുഷ്പം എന്ന് പറയുന്ന അപരാജിത, പരാജിതരാവാതിരിക്കുക അല്ലെ, ഒരു പുരുഷനും പരാജിതരാവാതിരിക്കുക, അങ്ങനെയും നമുക്ക് ഇതിനെ വ്യാഖ്യാനിക്കാം കേട്ടോ. പക്ഷെ അതിന്റെ പേര് ശംഖുപുഷ്പം എന്നാണ്, പേര് അപരാജിത എന്നൊക്കെയാണ് ഇംഗ്ലീഷിലെ പേര് വരുന്നത്. ഇവിടെയും നമ്മൾ ഒരിക്കലും പരാജയപ്പെടാതിരിക്കാൻ നമ്മുടെ ഡിവൈൻ ആയിട്ടുള്ള ഈ പ്രോഡക്റ്റ് ഉണ്ട്. മുൻകാലങ്ങളിൽ മൂർഖൻ പാമ്പിന്റെ കടിയേറ്റാൽ പോലും ഇന്ന് ധാരാളം പേര് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നുണ്ട് ശംഖുപുഷ്പം വെച്ചിട്ട്. തൊണ്ടവേനയും പനിയും അതുപോലെ തന്നെ മാനസികാരോഗ്യത്തിനും ശരീരബലത്തിനും നമ്മുടെ സെക്ഷൽ എൻഹാൻസിങ്ങിനും അതുപോലെ ഉദ്ധാരണ ശേഷികൾക്കും പ്രോസ്റ്റേറ്റിന്റെ എൻലാർജ്മെന്റിന്റെ ഉണ്ടെങ്കിൽ അത് തടയാനും എല്ലാത്തിനും ആർക്ക് പറ്റുന്നുണ്ട്? നമ്മുടെ ശംഖുപുഷ്പത്തിന് പറ്റുന്നുണ്ട്. അടുത്തതാണ് ഇതിലടങ്ങിയിരിക്കുന്ന, ഇതിന്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണെന്നുള്ളത് നിങ്ങളൊന്ന് ക്ലിയർ ചെയ്യണം. ഷിജിലിത്തു ആണ് അതിൽ വരുന്ന പേര്, അത് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇത് നമ്മുടെ നാഡീവ്യൂഹം, പ്രോസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്ന നാഡീവ്യൂഹവുമായിട്ടുള്ള മൂത്രവുമായിട്ട് അല്ലെങ്കിൽ മൂത്രാശയവുമായിട്ടുണ്ടാവുന്ന പ്രശ്നത്തെ പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ ഈ ഒരു പ്രോഡക്റ്റിന് അല്ലെങ്കിൽ ഈ നാച്ചുറൽ ഇൻഗ്രീഡിയൻസിന് കഴിയുന്നുണ്ട്. അടുത്താണ് സുപ്പാരി, അതായത് അടയ്ക്ക. ഈ അടയ്ക്ക നമ്മൾ പണ്ടുള്ളവര് കണ്ടിട്ടില്ലേ, അടയ്ക്കയ്ക്ക് ഒരു ഉത്തേജനം കൊടുക്കാനുള്ള കഴിവുണ്ട്. പണ്ടുള്ളവരൊക്കെ തന്നെ വെറ്റില മുറുക്കി ചുവപ്പിച്ച് നിൽക്കുന്ന പോലെ തന്നെ വെറ്റില ചവയ്ക്കുന്നത്. ഈ അടയ്ക്കയ്ക്ക് നമ്മുടെ എൻഹാൻസ് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ട്. അത് നിങ്ങൾ അറിയാം, പലർക്കും അറിയാം. അപ്പൊ നമ്മുടെ പ്രോസ്റ്റേറ്റുമായിട്ടുള്ള അവിടെയുള്ള ഫങ്ഷനെ ഡിസോർഡർ ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എൻഹാൻസ് ചെയ്യാൻ ആർക്ക് പറ്റുന്നുണ്ട്? നമ്മുടെ സുപ്പാരി അതായത് അടയ്ക്കയ്ക്ക് പറ്റുന്നുണ്ട്. അങ്ങനെ 8ഓളം പ്രോഡക്റ്റ് കൊണ്ടുണ്ടാക്കിയ ഒരു ഔഷധ കൂട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, 40 വയസ്സൊന്നും ഇല്ലാതെ തന്നെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന, ശരിക്കും നമ്മൾ മനസ്സിലാക്കിയിട്ട് ഈ പ്രോഡക്റ്റ് ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചവരൊക്കെ ഒന്ന് ചാറ്റ് ബോക്സിൽ യു എന്ന് ടൈപ്പ് ചെയ്യൂ. ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചവരൊക്കെ ഒന്ന് ചാറ്റ് ബോക്സിൽ യു എന്ന് ടൈപ്പ് ചെയ്യൂ. അബ്ദുൽ ഹമീദ് സാർ, ഓക്കെ, ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ആര്? കുറച്ചു പേരേ ഉള്ളൂ അല്ലെ? ഓക്കെ, മുഹമ്മദ് സാർ, ഓക്കെ, എല്ലാവരും ഉപയോഗിക്കുക. ഓക്കെ, ഇത്രയും കേട്ടപ്പോ ആർക്കൊക്കെ ഇത് എന്റെ ലൈഫിൽ ബാധിക്കുന്ന ഒരു വിഷയമാണ്, ഞാനിത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എനിക്കിത് ഉപയോഗിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ, അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യണം, കൺസ്യൂം ചെയ്യണം, എനിക്ക് എന്റെ പേഴ്സണൽ, എന്റെ ഹെൽത്തിന്, എന്റെ പ്രോസ്റ്റേറ്റിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ അങ്ങനെ ആഗ്രഹിക്കുന്നവരാരൊക്കെ ഉണ്ട്? ഒന്ന് ചാറ്റ് ബോക്സിൽ അങ്ങനെ വാങ്ങാൻ റെഡി ആയവരൊക്കെ ആർന്ന് ടൈപ്പ് ചെയ്യൂ, അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്നവരൊക്കെ പീന്ന് ടൈപ്പ് ചെയ്യൂ. അല്ലെങ്കിൽ ഓക്കെ, നന്ദകിഷോർ സാർ, ഓക്കെ, നിൻസി മാഡം, ഓക്കെ, അബ്ദുൽ ഖാദർ സാർ, ഓക്കെ, നമ്മളെല്ലാവരും ഒരു ധാരാളം പേരുണ്ട്. എല്ലാവരും വാങ്ങി ഉപയോഗിക്കണം. നമ്മുടെ എൻഹാൻസിങ്ങിനെ, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മുടെ മുന്നിൽ ദൈവമായിട്ട് കൊണ്ടുവന്ന ഒരു നിധി എന്ന് പറയില്ലേ, ആ നിധിയാണ്, അല്ലെങ്കിൽ ഒരു ഔഷധ കൂട്ടാണ് നമുക്ക് വെസ്റ്റീജിന്റെ ആയുഷാന്റെ പ്രോസ്റ്റേറ്റ് കെയർ. പക്ഷെ നിങ്ങൾ ഓരോരുത്തരും ഓർക്കേണ്ടത്, നമ്മുടെ DLCP-ൽ ഇത് കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ എല്ലാവരും വാങ്ങണം. മറ്റൊന്ന് റിക്വസ്റ്റ് ഉള്ളത്, പറ്റുമെങ്കിൽ അതാത് DLCP-കൾ നിങ്ങൾ നേരത്തെ പ്രീവിയസ് ആയിട്ട് ഓർഡർ കൊടുത്ത് അത് നമ്മുടെ DLCP-ൽ എത്തിച്ച് വേഗം എല്ലാവരും വാങ്ങാൻ ശ്രമിക്കണം. ഓക്കെ, ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. നാളെ ചെന്ന് എല്ലാവരും കൂടെ ഇതാകുമ്പോൾ, ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. അടുത്ത വരുന്ന ഈ പർച്ചേസിങ്ങിൽ തന്നെ നിങ്ങൾ അതാത് DLCP-ൽ ഏത് DLCP ആണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അവിടെ നിങ്ങൾ പറയുക, എനിക്കൊരു പ്രോസ്റ്റേറ്റ് കെയർ അർജന്റ് ആയിട്ട് വേണം, ഞാനത് യൂസ് ചെയ്യാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിമാർ, ഭാര്യമാരോ അവരാണ് നമ്മുടെ വെസ്റ്റീജുമായിട്ട് ഉണ്ടെങ്കിൽ അവരോട് പറയുക, ആ DLCP-ൽ ചെന്ന് എനിക്കൊരു പ്രോസ്റ്റേറ്റ് കെയർ വേണം, എന്റെ പ്രിയപ്പെട്ടവന് കൊടുക്കാനാണ് എന്ന് പറഞ്ഞ്, നിങ്ങൾ ഇല്ലെങ്കിൽ അത് നിർബന്ധമായിട്ട് ഓർഡർ കൊടുക്കാൻ റിക്വസ്റ്റ് ചെയ്യണം. ഓക്കെ, വളരെ ചെറിയ റേറ്റിലാണ്. നോക്കൂ, MRP 525 രൂപയാണ്, 450 രൂപയാണ് ഇതിന്റെ DP പ്രൈസ്. 15 PV നമുക്ക് PV ആയിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത ഇതിന്റെ നമുക്ക് സൈസിലേക്ക് പോണേ. ഇനി നമ്മൾ ഇതിന്റെ മാർക്കറ്റിംഗ് ഒക്കെ പറഞ്ഞു അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ അതിന്റെ വാല്യൂ, കോർ വാല്യൂ ഒക്കെ നമ്മൾ ഇന്നത്തെ പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ മാർക്കറ്റ് സൈസും കൂടി നോക്കണ്ടേ? ഗ്ലോബലി ഇതിനെ ഇന്ന് ഞാൻ പറഞ്ഞു 40 വയസ്സ് മുതലും
അതിന് മുകളിൽ എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയമാണ് പറഞ്ഞു. ഏതാണ്ട് 2026 എത്തുമ്പോഴേക്കും ഇതിന്റെ ഒരു വളർച്ച എന്ന് പറഞ്ഞത് ഈ ഒരു ആയുർവേദിക് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നതിന് ഏതാണ്ട് 2 തരം സ്റ്റഡി എടുത്തിട്ടുണ്ട്. അതിൽ ഏതാണ്ട് $14.85 ബില്യണിലാണ് ഇത് പറയുന്നത്. 2026 എത്തുമ്പോൾ ഏതാണ്ട് കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് 16% വളർച്ചയുള്ള ഏരിയയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. എന്റെയും ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പേരുടെയും കൈവെള്ളയിൽ ഇരിക്കുന്ന ഈ ഒരു ഡിവൈൻ ആയിട്ടുള്ള ഈ പ്രോഡക്റ്റ് എന്താണ്, വർഷത്തിൽ 16% വളർച്ച കൈവരിക്കാൻ സാധ്യതയുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബിസിനസ് സാധ്യതകൾ അത്രയും വലുതാണ് നമുക്ക് ഉപയോഗിക്കാനും. ഇനി നമുക്ക് ഇന്ത്യയുടെ മാർക്കറ്റ്, ഇന്ത്യ ഓൾറെഡി ഒരു ആയുർവേദിക് മാർക്കറ്റ് ആണ്. നമ്മളിപ്പോ പ്രത്യേകിച്ച് ഇന്ത്യക്കാര് വെൽനസ് ഇൻഡസ്ട്രി ഏറ്റവും നമ്മൾ നെഞ്ചോട് ചേർത്തിരിക്കുന്നവരാണ്. ഇൻഡസ്ട്രിയുടെ പൊട്ടൻഷ്യൽ അത്രയും വലുത്. ഒരു പൊട്ടിത്തെറിയിലേക്ക് നമ്മൾ എത്തുമ്പോഴും നമ്മുടെ മുന്നിൽ ധാരാളം പ്രോഡക്റ്റുകളുണ്ട്. ഞാൻ പറഞ്ഞു ഇതിന് പ്രിവെന്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒമേഗ 3യുടെ പ്രോഡക്റ്റുകളൊക്കെ ഞാൻ പറഞ്ഞു, പ്രോട്ടീനെ കുറിച്ച് പറഞ്ഞു. പ്ലസ് നമുക്ക് ഈ ഒരു പ്രോസ്റ്റേറ്റ് കെയർ നമ്മുടെ മുന്നിലുണ്ട്. ഇത് തന്നെ ഇന്ത്യയിലെ ജനസംഖ്യ 140 കോടി ജനങ്ങളുണ്ട്. അതിൽ പകുതിയിലധികം പേര് നമ്മുടെ പ്രിയപ്പെട്ടവരാണ്, അല്ലെ? അതിൽ മിഡിൽ ഏജും കഴിഞ്ഞുള്ളതാണ് ഏതാണ്ട് 50%. ഇവർക്കൊക്കെ നമുക്ക് സജസ്റ്റ് ചെയ്യാം. നമ്മുടെ അയൽവാസിക്കും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട്, പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് നമുക്ക് ഈ പ്രോഡക്റ്റ് റെക്കമെൻഡ് ചെയ്യാം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ കുറെ കാരണങ്ങൾ പറഞ്ഞു, ഇന്ന ഇഷ്യൂകൾ ഉണ്ടോ, ഇതൊക്കെയാണ് അസുഖങ്ങൾക്ക് കാരണം. ഈ കാരണങ്ങളൊക്കെ അവരോട് വിശദീകരിച്ചു കഴിഞ്ഞാൽ എനിക്കിതുണ്ട് എന്ന് പറഞ്ഞാൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. ഓക്കെ, സജസ്റ്റ് ചെയ്തൂടെ? നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ ഇതിനുള്ള എന്തെങ്കിലുമൊക്കെ അവരുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന, എനിക്ക് ഉറക്കക്കുറവുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു ആക്ടിവേഷൻ കുറവുണ്ട്, അതുപോലെ യൂറിൻ പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്കിത് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അവരോട് ചോദിച്ചാൽ വളരെ പ്രൈവസി ആയിട്ട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. നമ്മുടെ ഗ്രോത്തും നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയെടുക്കും. ഏതാണ്ട് 2032 എത്തുമ്പോഴേക്കും ഈ ഇൻഡസ്ട്രി ഏതാണ്ട് $3207 ബില്യൺ മാറുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര പൂജ്യമാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അത്രയും വലിയ വളർച്ച ഈ മേഖലയുമായിട്ട്, പ്രോസ്റ്റേറ്റുമായിട്ടും ഇതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ആയുർവേദവുമായിട്ട് കണക്ട് ഉണ്ട്. സോ ഇന്ന് തന്നെ എനിക്ക് നിങ്ങളോട് ഓരോരുത്തർ റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവും അല്ലെങ്കിൽ ഭാര്യയുമായിട്ട് ഇത്തരം പ്രോസ്റ്റേറ്റുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പൺ ആയിട്ട് അവരുമായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യുക. ആ ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളുടെ ഹാപ്പി ലൈഫിലെ നിങ്ങൾ തിരിച്ചു വരാൻ പരസ്പരം ചോദിച്ച്, അല്ലെ? ഏതൊരു ബന്ധത്തിലെയും വളരെ പ്രധാനപ്പെട്ടതാണ് ഇങ്ങനെ പ്രോസ്റ്റേറ്റ് കെയർ. ആ കെയർ നമ്മുടെ പ്രിയപ്പെട്ടവന് അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അത് പരസ്പരം ചോദിച്ച് മനസ്സിലാക്കുക. ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഈ സിംറ്റവുമായിട്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഏതെങ്കിലുമായിട്ട് കണക്റ്റഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരം സപ്ലിമെന്റുകൾ നമുക്ക് ഉപയോഗിക്കാം. വല്ലാതെ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഡോക്ടറെ കാണിക്കുക. അല്ലെങ്കിൽ നമുക്ക് നോർമലി കേസുകളിലൊക്കെ നമ്മുടെ പ്രോഡക്റ്റ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വളരെ നന്നായിട്ട് തന്നെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന വലിയ ഒരു ഗ്രോത്തിലേക്ക് നമുക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു കുടുംബ ജീവിതം തന്നെ നമുക്ക് മെച്ചപ്പെടുത്തി കൊടുക്കാൻ പറ്റുന്ന ഒരു ഹാപ്പി ലൈഫ് ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിവൈൻ പ്രോഡക്റ്റിലെ എന്ന് പരിചയപ്പെടുത്തുന്നു. സോ താങ്ക് യു സോ മച്ച്. ബാക്ക് ടു സുഷിത മാഡം. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. നമ്മുടെ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥികൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളും അതുപോലെ തന്നെ നമ്മുടെ വെസ്റ്റീജിന്റെ അത്രയും വണ്ടർഫുൾ എക്സലന്റ് ആയിട്ടുള്ള പ്രോസ്റ്റേറ്റ് കെയർ എന്ന 100% ആയുർവേദിക് ആയിട്ടുള്ള പ്രോഡക്റ്റിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടും അതിന്റെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ചിട്ടും വളരെ ലളിതമായിട്ട് തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ തന്നെ സാർ സംസാരിച്ചു. സാറിന് ഒരു ബിഗ് സല്യൂട്ട്, ബിഗ് താങ്ക്സ്. എല്ലാവരും ഈ ഒരു കമന്റ് ബോക്സിൽ സാറിന്റെ കമന്റ്സ് നോക്കിയാൽ അറിയാം, എല്ലാവരും വളരെ ഹാപ്പിയാണ്. ഒരുപാട് പ്രശ്നങ്ങള്, ഇൻഫെർട്ടിലിറ്റി ഒക്കെ നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടിനും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് പേർക്ക് ഉണ്ടാവും. അപ്പൊ അവർക്കൊക്കെ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 100% റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കൂടിയാണ് വെസ്റ്റീജിന്റെ എല്ലാ പ്രോഡക്ട്സും. അല്ലെ, നമുക്കറിയാം എല്ലാ പ്രോഡക്ട്സും ഒന്നിനൊന്ന് മെച്ചമാണ്. അപ്പൊ എല്ലാവരും അതിനെ മാക്സിമം പ്രൊമോട്ട് ചെയ്തുകൊണ്ട്, പേഴ്സണലി ഈ പ്രശ്നങ്ങളുള്ളവരൊക്കെ അത് കഴിച്ചുകൊണ്ട് നമുക്കൊരു നല്ല ആരോഗ്യം നേടിയെടുക്കാനും അതുപോലെ നല്ല തലമുറയെ വാർത്തെടുക്കാനും എല്ലാം സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ആരോഗ്യത്തോടൊപ്പം തന്നെ ഒരു വെൽത്ത് കൂടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ ഒരു മീറ്റിംഗിൽ ഒരു MC ചെയ്യാനായിട്ട് അവസരം നൽകിയ എല്ലാ ലീഡേഴ്സിനും, എസ്പെഷ്യലി എന്റെ മെന്റർ ആയിട്ടുള്ള ഷാജി മിത്തൽ സാറിനും പ്രത്യേകം നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി അച്ചു സാറിന് പ്രത്യേകം താങ്ക്സ് പറയാണ്. അടുത്ത ആഴ്ചയിൽ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള അടുത്ത സെഷൻ കൂടെ ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു വെൽത്ത് ആൻഡ് താങ്ക് യു ഓൾ.
ഓക്കെ, ഒരു ചോദ്യം ഇതിൽ വന്നിട്ടുണ്ട്. ആ ചോദ്യത്തിന് മാത്രം ഉത്തരം തരാം. ബാക്കി നിങ്ങൾ നിങ്ങളുടെ ലീഡേഴ്സിനോട് ചോദിക്കൂ കേട്ടോ. കഴിക്കേണ്ട വിധം ഡെയിലി ഭക്ഷണത്തിന് ശേഷം 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് 1-2 ക്യാപ്സൂൾ വെച്ച് നിങ്ങൾക്ക് കഴിക്കാം. ഓക്കെ, 1-2 ക്യാപ്സൂൾ, ഒന്ന് ഉച്ചയ്ക്ക് ഒന്ന്, 2 രാവിലെ ഒന്ന് ഉച്ചയ്ക്ക് ഒന്ന്, അങ്ങനെ കഴിക്കാം. ധാരാളം വെള്ളം കുടിക്കുക. ഇത്തരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇനി ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഡീപ്പായിട്ട് അറിയണമെങ്കിൽ നമ്മുടെ എല്ലാ ലീഡേഴ്സിനും നല്ല നോളജ് ഉണ്ട്. നിങ്ങൾ അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ജീവിതത്തിൽ വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മളെല്ലാവരും വെസ്റ്റേജിലൂടെ വിജയിക്കും. അതിനുള്ള അവസരം ഒരുക്കി തന്ന എല്ലാ ലീഡേഴ്സിനും വെസ്റ്റേജ് മാനേജ്മെന്റിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും പുതിയ പ്രോഡക്റ്റുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.